നന്ദി മനോജ് ഡോക്ടറെ. എല്ലാവർക്കും നമസ്കാരം. IFPHന്റെ 1551 പ്രതിദിന സൂം വെബിനാറിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊള്ളു. ഇന്ന് നമ്മുടെ ക്ലാസ് ആരംഭിക്കുന്നതിന് മുമ്പ് ഒരു നിമിഷം ഈശ്വര പ്രാർത്ഥന. നന്ദി. ഇന്ന് നമുക്ക് അതിഥിയായി എത്തിയിരിക്കുന്നത് നമ്മുടെ എല്ലാം പ്രിയങ്കരനായ ഡോക്ടർ TN ശ്രീധരക്കുറുപ്പ് സാറാണ്. സാറിന് MD ഹോമിയോ, MSc സൈക്കോളജി, MSc യോഗ, റിട്ടയർഡ് അസിസ്റ്റന്റ് ഡയറക്ടർ, സെൻട്രൽ കൗൺസിൽ ഫോർ റിസർച്ച്, കോട്ടയം. 45 വർഷത്തെ ചികിത്സാനുഭവങ്ങളുള്ള ഡോക്ടർ ഇതിനോടകം അനേകം ക്ലാസ്സുകൾ നമുക്ക് എടുത്തിട്ടുണ്ട്. ഇന്നത്തെ വിഷയം ശ്രീധരക്കുറുപ്പ് ഡോക്ടറോടൊപ്പം എന്നുള്ളതാണ്. ഇതിലേക്ക് ഡോക്ടർ TN ശ്രീധരക്കുറുപ്പ് സാറിനെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളും. സാറിന് ആരംഭിക്കാം. എല്ലാവർക്കും നമസ്കാരം. എന്നെ പഠിപ്പിച്ച ഗുരുനാഥന്മാർക്കും പ്രത്യേകിച്ച് ഡോക്ടർ ക്രിസ്ത്യൻ ഫ്രെഡറിക് സാമുവൽ ഗൽമാൻ, അതുപോലെ തന്നെ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട എന്നെ സ്നേഹിക്കുന്ന എൻ്റെ വെൽവിഷേഴ്സിനും ഗുരുക്കന്മാർക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം. അതുപോലെ തന്നെ എനിക്കിതുപോലെ അവസരം തരുന്ന ഈ IFPHനും അതിൻ്റെ ഭാരവാഹികൾക്കും അതിൻ്റെ മോഡറേറ്റർമാർക്കും എല്ലാവർക്കും അതുപോലെ തന്നെ ഈ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം. പിന്നെ ഇന്ന് ഞാൻ എടുക്കാൻ ഉദ്ദേശിക്കുന്ന പോർഷൻ, അതായത് മനസ്സ്, മെൻ്റൽ ഡിസീസിനെ കുറിച്ചും അതിന് ഉള്ള കുറേ റൂബ്രിക്കുകളും അതിന് ഉള്ള കുറേ ഔഷധങ്ങളെക്കുറിച്ചും ആണ് ഞാൻ കുറേ കേസുകളും എൻ്റെ പേഴ്സണലായിട്ടുള്ള ചില എക്സ്പീരിയൻസുകളും ഷെയർ ചെയ്യുക എന്നുള്ളതാണ്. ആദ്യം മനസ്സാർക്കും കാണാൻ പറ്റിയില്ല, പക്ഷേ മനസ്സാണ് നമ്മുടെ ശരീരത്തിനെ നിയന്ത്രിക്കുന്നത്. അപ്പം ആദ്യം നമുക്ക് ഹോം സിക്നസ് എന്നുള്ള റൂബ്രിക്സിൽ എടുക്കാം. അതായത് ഗൃഹാതുരത്വത്തിന് നൽകാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഔഷധം കുട്ടികൾ പഠിക്കുവാനോ ഏതെങ്കിലും ജോലി ചെയ്യുവാനോ താല്പര്യം കാണിക്കുന്നില്ല. കുട്ടികളിൽ ചുവന്ന കവിൾത്തടവും ഉറക്കമില്ലായ്മയും കാണുന്നു. കുട്ടികൾ എല്ലായ്പ്പോഴും വീട്ടിൽ നിന്നും വേർപെട്ടാൽ പെട്ടെന്ന് തിരിച്ചു പോകാൻ ആഗ്രഹിക്കുന്നു. ഉദ്യോഗസ്ഥർ ഓഫീസ് സമയം കഴിഞ്ഞ് പെട്ടെന്ന് വീട്ടിലേക്ക് മടങ്ങുന്നു. ഇങ്ങനെയുള്ള കേസുകളിലെല്ലാം നമുക്ക് കൊടുക്കാവുന്ന പ്രധാനപ്പെട്ട, നമ്മൾ പട്ടികളിലൊക്കെ നോക്കിയാലും കാപ്സിക്കം ഒരു മെയിൻ മെഡിസിനാണ്. ഈ അടുത്ത കാലത്ത് എനിക്കൊരു കേസ് കിട്ടുകയുണ്ടായി. അതായത് ഒരു കുട്ടി 5 വയസ്സ് കഴിഞ്ഞതേ ഉള്ളൂ, 6 വയസ്സാകാൻ പോകും. അച്ഛനും അമ്മയും വിദേശത്ത് ജോലിയാണ്. കുട്ടിയുടെ ഗ്രാൻഡ് ഫാദറും, അതായത് വല്യച്ഛനും വല്യമ്മയാണ് നോക്കുന്നത്. കുട്ടി ആദ്യത്തെ ഒരാഴ്ച പോയി സ്കൂളിൽ. അന്നേരം പനി പിടിച്ചു കഴിഞ്ഞപ്പോൾ ഒരു 3-4 ദിവസത്തേന് പോയില്ല. അപ്പോൾ പിന്നെ അത് കഴിഞ്ഞ് മടിയായപ്പോഴത്തേനും സ്കൂളിൽ നിന്ന് ആ പ്രിൻസിപ്പൾ വിളിച്ചു പറഞ്ഞു, ഞങ്ങളുടെ മാനങ്ങോട്ട് വരുന്നുണ്ട്, നിന്നെ പിടിച്ചു കെട്ടി ഇങ്ങോട്ട് കൊണ്ടുവരും എന്ന് പറഞ്ഞു. അത് പിന്നെ കുട്ടി സ്കൂളിൽ പോയിട്ടില്ല. ആദ്യം സ്കൂളിൽ പോകുന്ന സമയമാകുമ്പോൾ അത് ഓടി വന്നിട്ട് ടെറസിൻ്റെ മുകളിൽ കയറും, അതല്ലെങ്കിൽ അടുത്തുള്ള ഒരു കാട്ടുപ്രദേശമുണ്ട്, അവിടേക്ക് ഓടും. ഇതെല്ലാം വെച്ച് ഞാൻ ആദ്യം കൊടുത്ത മെഡിസിൻ ഹയോസിയാമസ് ആണ്. അതുപോലെ ഈ ഉടുപ്പൊക്കെ ഇടാൻ ഒരിച്ചിരി മടിയാണ്, എപ്പോഴും എക്സ്പോസറായിട്ട് നടക്കാനാണ്, നേക്കഡായിട്ട് നടക്കാനാണ്. അതൊക്കെ വെച്ചാണ് ഹയോസിയാമസ് പ്രിസ്ക്രൈബ് ചെയ്തത്. പക്ഷേ വലിയ റിസൾട്ടൊന്നും കിട്ടിയില്ല. പിന്നെ അതുകൂടാതെ പിന്നെ അത് പേടി കൊണ്ടാണെന്ന് വിചാരിച്ച് അക്രൈറ്റ് കൊടുത്തപ്പോൾ ഒരു തൽക്കാല കുറവേ കിട്ടിയുള്ളൂ. പിന്നെ ഇതിൻ്റെ ബാക്കിയുള്ള സിംറ്റംസ് എല്ലാം വെച്ച് നെർവസ്നെസ്സും, അതുപോലെ തന്നെ അത് കൂടുതൽ ഒരു ദിവസം ശടിച്ചപ്പോൾ പറഞ്ഞു, ഞാൻ പോയി എവിടെയെങ്കിലും പോയി ചത്തുകളയെന്ന് പറഞ്ഞു. അതുപോലെ ഒറ്റയ്ക്കിരിക്കാനേ ഇഷ്ടം. വീട്ടിൽ അപ്പൂപ്പനും അമ്മമ്മയും ഉണ്ടെങ്കിലും അവരോട് കൂടുതൽ സംസാരിക്കത്തില്ല. അപ്പോൾ കൊടുത്ത മരുന്ന് ഈ കാപ്സിക്കമാണ്. ഞാൻ 0/3 ആണ് റിപ്പീറ്റഡായിട്ട് കൊടുത്തു. ഇപ്പോൾ ഒരുപാട് കുറവുണ്ട്. സ്കൂള് മാറി, സാഹചര്യങ്ങൾ മാറി. ഇപ്പം അന്നേരം
മിക്കവാറും ഒക്കെ ദിവസങ്ങളിൽ പോകാറുണ്ട്. ചില ദിവസം മടി കാണിക്കുന്നുണ്ട്. വളരെയധികം കുറവ് കാണുന്നുണ്ട്. എന്നാലും കാപ്സിക്കം ഇതിൻ്റെ വലിയൊരു മെഡിസിനാണ്. ഏറ്റവും നല്ലത്. പിന്നെ അടുത്തത് കാണിക്കുന്ന വേറൊരു മെഡിസിനാണ് ഇഗ്നേഷ്യ. ഇഗ്നേഷ്യ നമുക്കറിയാം കൂടുതലും ഈ ഡിസപ്പോയിന്റഡ് ലവ് ആണ്. എനിക്കറിയാവുന്ന ഒരു ടീച്ചറുണ്ട്, ഒരു കോളേജിൻ്റെ പ്രൊഫസറാണ്. അവരുടെ ഹസ്ബൻഡ് ഒരു സൂപ്രണ്ട് എഞ്ചിനീയറാണ്. അദ്ദേഹം ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചുപോയി. അവർക്ക് മരിക്കുമ്പോൾ അവർക്ക് 45 വയസ്സും അദ്ദേഹത്തിന് ഏതാണ്ട് 35 വയസ്സുണ്ടായി. പക്ഷേ മരിച്ചു കഴിഞ്ഞപ്പം അവർ വളരെ സന്തുഷ്ടമായിട്ടുള്ള ജീവിതമാണ്. മരിച്ചു കഴിഞ്ഞ പിന്നെ ഇവർ വീട്ടിൽ നിന്ന് വെളിയിൽ ജോലിക്ക് പോകാൻ മടി, മിക്കവാറും ഒക്കെ ലീവാണ്. അതുപോലെ അവർ വളരെയധികം സ്നേഹിച്ചിരുന്നു പരസ്പരം. രണ്ടുപേരും വളരെയധികം ഹാപ്പിയായി. അതിനുശേഷം അവർ വേറെ ആരും വിളിച്ചാൽ ഫോൺ എടുക്കുകയില്ല. ഫിസിക്കലി മെൻ്റലി അതുപോലെ ഒന്നും വീട്ടിൽ കുക്കിംഗ് ഒക്കെ ഇടയ്ക്കൊക്കെ വെക്കുള്ളൂ. തോന്നിയെങ്കിൽ വെക്കും, അല്ലെങ്കിൽ വെക്കുകയില്ല. അതിനുള്ളത് കൊണ്ടൊക്കെ അങ്ങനെ കഴിക്കും. അതുപോലെ തന്നെ എല്ലാം മറന്നു പോകാം. മറ്റേ ക്ലാസ്സിലൊക്കെ പോയി കഴിഞ്ഞാൽ എല്ലാം ഓർക്കുമായിരുന്നു. ഇങ്ങനെയുള്ള അതുപോലെ ഇൻഡിഫറൻ്റ് ആയിട്ട് പെരുമാറുക. ആരെങ്കിലും ചിലപ്പോൾ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ വീട്ടിലോട്ട് ഫോൺ വിളിച്ചാൽ തന്നെ ഫോൺ എടുക്കുകയില്ല. അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകൾ. ഏതായാലും ഇഗ്നേഷ്യ കൊടുത്തു. കാരണം അതിന് അവർക്കുണ്ടായിരുന്ന അവരെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചിരുന്ന ഹസ്ബൻഡും അതുപോലെ തന്നെ ശരിക്കും സ്നേഹിച്ചിരുന്ന അന്നേരം ഡിസപ്പോയിൻമെൻറ്റ് ഫ്രം ലവ്, അതാണ് പ്രധാനപ്പെട്ട ഒരിത്. പിന്നെ നമുക്കറിയാമല്ലോ ഇഗ്നേഷ്യയുടെ സിംറ്റംസ് ബാക്കിയുള്ളതെല്ലാം ഉണ്ടായിരുന്നുകൊണ്ട് ഇഗ്നേഷ്യ കേൾക്കാവോ? കേക്കാം കേക്കാം. ഇടയ്ക്ക് ഒരു സൗണ്ട് വന്നതാ ഞാൻ ചോദിച്ചു. എന്നാലും അവർക്ക് അത് റിപ്പീറ്റഡ് ആയിട്ട് കൊടുത്തു. അതിൻ്റെ ഫോളോ അപ്പ് ആയിട്ട് നേട്രമോർ കൊടുത്തു. കാരണം ഇഗ്നേഷ്യയുടെ ഫോളോ അപ്പ് ആണല്ലോ നേട്രമോർ. അതും 0/3 ഇതെല്ലാം കൊടുത്തിരിക്കുന്നത്. ഏതായാലും അവർക്ക് ഇപ്പം അവർ ആര് വിളിച്ചാലും ഫോൺ എടുക്കും, ആരോടും സംസാരിക്കും. പിന്നെ ഈ എന്നൊരു ഒച്ച വരുന്നതന്നെ അത് എവിടുന്ന? കേൾക്കുന്നില്ലല്ലോ സാറേ. ഒരു എന്നൊരു ഒച്ച വരുന്നുണ്ടല്ലോ, അത് എവിടുന്ന? ഇടയ്ക്ക് ഒരു താറാവ് വരുന്ന മാതിരി ഓരോ ഒച്ച. ഞങ്ങക്ക് കേൾക്കാൻ മേല. എന്നാ ഇനി എൻ്റെ ഇതിൽ നിന്നാണോ എന്നറിയാൻ മേല. എനിക്ക് കേൾക്കാം. ഇടയ്ക്കിടയ്ക്ക് എന്നൊരു ഒച്ച വരുന്നുണ്ട്. പോട്ടെ. അപ്പൊ അന്നേരം അവർക്ക് മറവി പെട്ടെന്ന് കോപം ഉണ്ടാക്കുക ഇതെല്ലാമായിരുന്നു. ഇതിൻ്റെ എല്ലാ അടിസ്ഥാനത്തിലാണ് ഇഗ്നേഷ്യ ഫോളോഡ് ബൈ നേട്രമോർ പറഞ്ഞു. മനസ്സിലാകുന്നുണ്ടല്ലോ ഇല്ലേ? ഉണ്ട്, മനസ്സിലാകുന്നുണ്ട്. ഇപ്പോഴും വരുന്നുണ്ട്. പക്ഷെ നമുക്ക് ഇവിടെ കേൾക്കാൻ മേല. നമ്മളുടെ ഒരു വിഷയമായിരിക്കും, അറിയത്തില്ല. ഇടയ്ക്കിടയ്ക്ക് ഡിസ്റ്റർബൻസ് വരുന്നുണ്ട്. പിന്നെ അടുത്ത ഒരു മരുന്നാണ് ഫോസ്ഫോറിക് ആസിഡ്. അത് വീട്ടിൽ നിന്നും വേർപെട്ടാലുണ്ടാകുന്ന അസുഖങ്ങളാണ്. പലതരം വീട്ടിൽ നിന്ന് വിട്ടു നിന്ന് കഴിഞ്ഞാൽ ഭയങ്കര അസുഖം. അത് കൂടുതലും ഞാൻ കണ്ടിരിക്കുന്ന കൂടുതലും ഡയബറ്റിക്സ് പേഷ്യൻറ്റിലാണ്. ഭയങ്കരമായിട്ടുള്ള ക്ഷീണം, ഫിസിക്കലി മെൻ്റലി, മെമ്മറി വീക്ക്നെസ്. പിന്നെ ഈ കൂടുതലും ആണുങ്ങളിലാണ് കൂടുതൽ കണ്ടിരിക്കുന്നത് ഫോസ്ഫോറിക് ആസിഡ് പോസ്. അത് മാസ്റ്റർബേഷൻ ഹിസ്റ്ററി ഉണ്ടായിരിക്കും. ഇതെല്ലാം ഉണ്ടെങ്കിൽ ഫോസ്ഫോറിക് ആസിഡാണ്. ഞാൻ അടുത്തിടെ ഒരു പേഷ്യൻറ്റിന് ഒരു 10-30 വയസ്സുള്ള ഒരാൾക്ക് ഭയങ്കര ക്ഷീണം, മറവി, ഈ വക സിസ്റ്റം. വീട്ടിൽ നിന്ന് വെളിയിലോട്ടൊന്നും അധികം ഇറങ്ങുകയില്ല, വീട്ടിൽ തന്നെ ഇരിക്കും. അയക്ക് ഫോസ്ഫോറിക് ആസിഡ് 0/3 കണ്ടിന്യൂസ് കൊടുത്തപ്പം അയക്ക് ഇപ്പം ആൾക്കാരോടൊക്കെ സംസാരിക്കും, അല്ലെ വീട്ടിനകത്തൊന്നും വെളിയിലോട്ട് ഇറങ്ങുകയില്ല. പിന്നെ അറിയാമല്ലോ ഫോസ്ഫോറിക് ആസിഡിൻ്റെ മുഴുവൻ സിംറ്റം കോൺസ്റ്റിറ്റ്യൂഷനായിട്ടാണ് അത് കൊടുത്തത്. പിന്നെ അടുത്തത് ഐറിസ്റ്റനാക്സ് എന്ന് പറയുന്ന മരുന്നുണ്ട്. നമ്മൾ വേറെ പല അസുഖങ്ങൾക്കും ഇത് കൊടുക്കാറുണ്ട്. ഇപ്പം ഞാൻ ചിലപ്പം ഇതിൽ പറയുന്ന ഔഷധങ്ങളൊക്കെ പല പ്രാവശ്യം പലയിടത്തും പറയും. കാരണം നമുക്കറിയാം നമ്മുടെ ഹോമിയോപ്പതിക് മെഡിസിൻ ഒരുമാതിരി പ്രത്യേകിച്ച് ഈ പോളിക്രഷ് റെമഡീസൊക്കെ എല്ലാവിധ അസുഖത്തിനും എല്ലായിടത്തും വരും. അതിൻ്റെ എല്ലാ സിംറ്റംസും അവിടെ ഇവിടെയൊക്കെ കാണും. അതുകൊണ്ട് പല കണ്ടീഷൻസിനും ഒരേ മരുന്ന് തന്നെ പലർക്കും കാണാവുന്നതാണ്. അന്നൊരു ഐറിസ് വീട്ടിൽ നിന്നും വേർപെട്ടാൽ വിഷണ്ണനായി കാണുന്നു. ഇപ്പം മിക്കവാറും
ഇത് പിള്ളേർക്ക് ഈ സ്കൂളിൽ പോകാൻ വേണ്ടി വെളിയിലോട്ടൊക്കെ പോയാൽ അഥവാ വീട്ടിൽ ചെന്ന് കഴിഞ്ഞിട്ട് വെളിയിലോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വീട്ടിൽ പോകാം, നമുക്ക് വീട്ടിൽ പോകാം എന്ന് പറയുന്നത് കൂടുതലും കുട്ടികളുണ്ട്. ചെറുപ്പത്തിലുണ്ടാകുന്ന പലർക്കുണ്ട്. അതുപോലെ വേറെ ചിലരുണ്ട് എവിടെയെങ്കിലും ചെന്ന് കഴിഞ്ഞാൽ അധികം നേരം നിൽക്കുകയില്ല. അവർക്കൊക്കെ ആൻറ്റിസ്റ്റനാക്സ് വളരെയധികം പ്രയോജനമാണ്. പിന്നെ ഇതിന് കൊള്ളാവുന്ന വേറൊരു ഔഷധമാണ് കാലിഫോസ്, ബയോകെമിക്കലാണ്. അത് 6X ആണ് ഞാൻ കൂടുതൽ കൊടുക്കാറുള്ളത്. പിന്നെ ബ്രയോണിയ ഉണ്ട്. പിന്നെ അങ്ങനെ പല മരുന്നുകൾ വേറെ ഉണ്ടെങ്കിലും ഇതാണ് പ്രധാനമുള്ളത്. പിന്നെ അടുത്ത കണ്ടീഷനിലോട്ട് പോകാം. അതായത് ഹൈപ്പർ ആക്ടിവിറ്റി. നമുക്ക് കാണാം ചിലർ വളരെ ചുറുചുറുക്കോടെയുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. മാനസികമായും ശാരീരികമായും അമിതമായ ഉത്സാഹവും ചുറുചുറുക്കും രോഗി പ്രകടിപ്പിക്കുന്നു. പെട്ടെന്നുണ്ടാകുന്ന മനോവികാരം ദേഷ്യത്താലോ സന്തോഷത്താലോ അത്ഭുതത്താലോ ഉണ്ടാകുന്ന രോഗങ്ങൾ, ചിന്തയാൽ ഉണ്ടാകുന്ന ഉറക്കമില്ലായ്മ, കോഫിയ ക്ലോഡ അതിനൊരു ഒന്നാന്തരം മെഡിസിനാണ്. കോഫിയ ക്ലോഡ അറിയാമല്ലോ, ഉറക്കമില്ലായ്മ അതൊരു രാത്രി ഉറങ്ങാതെ ഇങ്ങനെ ചിന്തിച്ചോണ്ടിരിക്കും ഒരു കാര്യത്തിൽ നിന്ന് വേറൊരു കാര്യത്തിന്. ഒരുപാട് ഞാൻ സാധാരണ ഉറക്കമില്ലായ്മയും അതുപോലെ തന്നെ ഈ അത്യുത്സാഹവും, അതായത് നമ്മൾ കേട്ട് കാണുമായിരിക്കും ഈ അധികമായിട്ടുള്ള ഇതായിരിക്കും മൈൻഡ് ആൻഡ് ബോഡി എപ്പോഴും ആക്ട് ചെയ്തുകൊണ്ടിരിക്കും. ചിരിച്ചോണ്ടിരിക്കുമ്പം കരയുന്നോണ്ടിരിക്കുമ്പം നമുക്കറിയാം ലോട്ടറി അടിച്ചപ്പം ഇന്നസെന്റ് പറഞ്ഞ് അടിച്ചു മോനെ അടിച്ചെന്നും പറഞ്ഞിട്ട് പുറകോട്ടൊരു എല്ലാവരും ഓർക്കുന്നുണ്ടെന്ന് ഏതോ ഒരു സിനിമയുടെ പേരൊന്നും ഞാൻ ഓർക്കുന്നില്ല എന്ന് പറഞ്ഞ സ്ഥിതിയാണ് കോഫിയ ക്രൂഡായുടെ. നല്ല ന്യൂസ് കിട്ടിക്കഴിഞ്ഞാലും അത് വളരെയധികം സന്തോഷം കൊണ്ടുണ്ടാകുന്ന പലവിധ പ്രയാസങ്ങൾക്കും കോഫിയ ക്രൂഡ നല്ലൊരു മെഡിസിനാണ്. അടുത്തത് ഹിസ്റ്റീരിയ. മാനസികമായ സംഘർഷങ്ങൾ ശാരീരിക ലക്ഷണങ്ങളായും ഓർമ്മയുടെ വൈകല്യമായും പ്രത്യക്ഷപ്പെടുന്ന അവസ്ഥയാണ് ഹിസ്റ്റീരിയ എന്ന് പറയുന്നത്. കൈകാലുകൾ സ്തംഭിക്കുക, കാഴ്ചശക്തി, ശ്രവണശക്തി, സംസാരശക്തി എന്നിവ പെട്ടെന്ന് ഇല്ലാതാകുന്നു. ചിലരിൽ ഓർമ്മശക്തി ക്ഷയിക്കുന്നു, ചിലരെല്ലാം മറന്നുപോകും. അതിൽ ഏറ്റവും പെട്ടെന്ന് കൊടുക്കാവുന്ന ഒരു മെഡിസിൻ നമുക്ക് ഹിസ്റ്റീരിയ വന്നു കഴിഞ്ഞാൽ ഞാൻ പലപ്പോഴും കൊടുത്തിട്ടുള്ളത് കാമ്പർ മദർ ടിഞ്ചർ മണപ്പിച്ചാൽ പെട്ടെന്ന് കിട്ടണം. അല്ലെങ്കിൽ 1-2 തൊണ്ടി വെള്ളത്തിൽ ഒഴിച്ചാൽ കൊടുത്താലും പെട്ടെന്ന് കുറവ് കിട്ടും. പിന്നെ അതിനെക്കാട്ടിൽ ഏറ്റവും വലിയ ഞാനിപ്പോൾ പറഞ്ഞ മെഡിസിൻ തന്നെയാണ് ഇഗ്നീഷ്യ. ദീർഘകാലം അടക്കി വെച്ച ദുഃഖത്തിൽ നിന്നുണ്ടായ ഹിസ്റ്റീരിയ അല്പസമയം കൊണ്ട് സന്തോഷത്തിൽ നിന്നും ദുഃഖത്തിലേക്കും ചിരിയിൽ നിന്നും കരച്ചിലേക്കും മാറും. നമുക്ക് ഒരുപാട് മെഡിസിന് കാണാം കരച്ചിലിൽ നിന്ന് ചിരിയിലോട്ടും, അതായത് പൾസാറ്റലായിക്കൊണ്ട് അങ്ങനെ പല പല മെഡിസിനും ഉണ്ട്. പെട്ടെന്ന് ചേഞ്ചബിൾ ആയിട്ട് കാണുന്ന മെഡിസിൻ ഒരുപാടുണ്ട്. അതിൽ ഒരെണ്ണമാണ് ഇഗ്നീഷ്യ. ഒരു കേസ് ഞാൻ ഇപ്പം പറയാം. ഒരു ഓട്ടിസം ബാധിച്ച ഒരു കുട്ടി ചികിത്സയ്ക്ക് വന്നു. എപ്പം വന്നു കഴിഞ്ഞാലും അതിനെ പരിശോധിച്ചുകൊണ്ടിരിക്കുമ്പം മേത്തോട്ടങ്ങ് വീഴും. പിന്നെ എടുത്ത് ഡെസ്കെ കിടത്തി കഴിഞ്ഞാൽ ഒന്നീ ഈ കാമ്പർ മണപ്പിച്ച് കഴിഞ്ഞിട്ട് ഇച്ചിരി ഇഗ്നീഷ്യ കൊടുത്തു കഴിഞ്ഞാൽ പൊട്ടൻസി മാറി കൊടുത്തു കഴിഞ്ഞാൽ 5 മിനിറ്റിനകം അത് എഴുന്നേക്കും. അത് സത്യത്തിലൊരു മനസ്സിൻ്റെ ഒരു ഒരു ദുർബലത എന്ന് വേണേൽ പറയാം. അത് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ ഹിസ്റ്റീരിയയിലേക്കുള്ള നമ്പർ 1 മെഡിസിൻ ഒരെണ്ണമാണ് ഇഗ്നീഷ്യ. ഒരുപാട് കേസുകൾ ഇതുപോലെ കൊടുത്ത് ഞാൻ കണ്ടിട്ടുണ്ട്. എൻ്റെ സീനിയറായിട്ടുള്ള പല ഡോക്ടർമാരും കൊടുത്ത് കണ്ടിട്ടുണ്ട്. എനിക്കും നല്ല റിസൾട്ട് കിട്ടിയ ഒരു മെഡിസിനാണ് ഹിസ്റ്റീരിയയ്ക്ക് നമ്പർ 1 മെഡിസിനാണ് ഇഗ്നീഷ്യ. അതിൻ്റെ ഫോളോഅപ്പിലേക്ക് വരുന്ന മരുന്ന് പ്രധാനമായിട്ട് നേട്രമോറാണ്. ഇഗ്നീഷ്യ പരാജയപ്പെട്ടാലും നൽകാവുന്ന ഒരു ഔഷധമാണ് പഴകിയ ഹിസ്റ്റീരിയയ്ക്ക് നേട്രമോർ. പിന്നെ അഥവാ ക്യാമ്പർ കൊടുത്തിട്ട് മണപ്പിച്ചിട്ട് എഴുന്നേറ്റില്ലെങ്കിൽ കൊടുക്കാവുന്ന വേറൊരെണ്ണമാണ് മോസ്കസ് മദർ ടിഞ്ചർ. അതിനും നല്ല ഗുണം കിട്ടാറുണ്ട്. പിന്നെ വേറൊരു പ്രത്യേക കഷണം പോത്തോസ്പോയിറ്റഡ. അതും വളരെയധികം എഫക്റ്റീവാണ്. അതും മണപ്പിക്കുകയും ചെയ്യാം, അകത്തോട്ട് കൊടുക്കുകയും ചെയ്യാം. മദർ ടിഞ്ചർ ആണെങ്കിലും കൊടുക്കാം, പൊട്ടൻസിയാണ് ഞാൻ കൂടുതൽ കൊടുക്കാറുള്ളത്. ഇതൊക്കെയാണ് ഹിസ്റ്റീരിയയെക്കുറിച്ച് പറയാൻ. ഇത് കഴിയുമ്പോഴത്തേനും വേറെ ആർക്കെങ്കിലും കൂടുതൽ അനുഭവങ്ങളുണ്ടെങ്കിൽ അത് പറയണം.
നെഫ്രൈറ്റിസും പോത്തോസും ആണോ സാറേ പറഞ്ഞത്? അതെ അതെ. കാമ്പർ ഹെപ്പറ്റൈറ്റിസ് അല്ല പറഞ്ഞത്. കാമ്പർ പറഞ്ഞു. പിന്നെ ഇനി പെട്ടെന്ന് വരുന്ന ഗസ്റ്റ് ഏരിയയ്ക്ക് വേറെ ഒന്ന് കൊടുക്കാവുന്നത് മോസ്കസ് ആണ്. മോസ്കസ് മോസ്കസ്. മോസ്കസ്. പിന്നെ വലിയ ശബ്ദത്തോടു കൂടി ഏമ്പൊക്കം ഓക്കാനും ഒക്കെ ഇങ്ങനെ ഒരുമാതിരി കാണിക്കും. വയറിളക്കം, വായുക്ഷേപം ഇങ്ങനെയുള്ളതൊക്കെ ആണെങ്കിൽ അസപ്പോയിറ്റഡ്. ഞങ്ങളുടെ അയൽവക്കത്തൊരു ഒരു തുണി കഴുകുന്ന ഒരു ഒരു ഞങ്ങൾ ചക്കിവലത്തിൽ നിന്നായിരുന്നു വിളിച്ചോണ്ടിരുന്നത്. അവര് ഏകദേശം ഒരു 2 കിലോമീറ്റർ അകലെ അവരുടെ വീട്. അവര് രാത്രിയെന്നില്ല പകലെന്നില്ല ഏന്ന് വെക്കും. ഏന്ന് വെക്കും. അന്നേരം എൻ്റെ വല്യമ്മച്ചി പറയും, ഓടി ചെന്നിട്ട് 2 അടിയടിക്കണം കർണത്ത്, അന്നേരം ഇതൊക്കെ അങ്ങ് മാറുമെന്ന്. അവര് എല്ലാവരുടെയും ഒരു ഇത് കിട്ടാൻ വേണ്ടിയാ. പകലൊന്നുമില്ല. പകൽ ഇത്രയും കൂവിയ ആള് കേൾക്കില്ല. സന്ധ്യയാകുമ്പോ അവർക്ക് തുടങ്ങും അതിരാവിലെ. അത് എപ്പോഴും എനിക്ക് ഓർമ്മ വരും. അസപ്പോയിറ്റഡാ ആണ് അതിന് കൊടുക്കാവുന്ന പറ്റിയ മരുന്ന്. തിരഞ്ഞെടുക്കപ്പെടുന്ന ഔഷധങ്ങൾ പരാജയപ്പെട്ടാൽ നല്ല തൊണ്ടയിൽ ഒരു നൂലുള്ളത് പോലെ തോന്നുന്നത്, വായുക്ഷോഭം, ഉറക്കലും ഇതെല്ലാം വന്നാൽ കൊടുക്കാവുന്ന മരുന്നാണ് വലേറിയാന. ഞാൻ വലേറിയാന കൂടുതലും റൊമാറ്റിക് കംപ്ലയിൻസിനാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഇതിനും വളരെയധികം എഫക്റ്റീവായിട്ട് കാണിക്കുന്നുണ്ട്. പലരും പറഞ്ഞും അപൂർവം ചില അനുഭവങ്ങളും എനിക്കുണ്ട്. ബയോകെമിക്കൽസ് മുമ്പേ പറഞ്ഞ മാതിരി കാരിപ്പോസ്, നേട്രമോർ ഇത് രണ്ടും കൊടുക്കാവുന്നതാണ്. ഇനി ഇല്ലാത്ത വസ്തുക്കൾ കാണുന്നു എന്ന തോന്നൽ, അതായത് ഹലൂസിനേഷൻ. നമുക്ക് ചിലപ്പോൾ തോന്നുക അവിടെ ചില കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഇല്ലാത്തതുണ്ടെന്ന് തോന്നിക്കുന്നതിനാണ്. പേടിപ്പിക്കുന്ന കാഴ്ചകൾ കാണുന്നു എന്ന തോന്നൽ, അടുത്ത് നടന്ന സംഭവങ്ങൾ പോലും മറന്നു പോകും. അബ്സന്തനീയ ആണ് അതിനുള്ള മരുന്ന്. പല പല പേടിക്കുന്ന കാഴ്ചകൾ കാണും. ചിലപ്പം നമുക്ക് സ്വപ്നമാണെന്ന് പോലും തോന്നിപ്പോകും. സ്വപ്നത്തിനും കാണും, അല്ലാതെയും കാണും. പല അസുഖങ്ങളിലും അങ്ങനെ വരും. ഹലൂസിനേഷൻസ് വരാറുണ്ട്. പനി വരുമ്പം വരും. അല്ലാതെ മെൻ്റൽ ഡിസീസിൽ പലതും സ്കിസോഫ്രീനിയ മുതലായ പല അസുഖങ്ങളിലും അത് വരാൻ സാധ്യതയുണ്ട്. പിന്നെ തനിക്ക് 2 വിധത്തിലുള്ള കൽപ്പനാശക്തികളുണ്ടെന്ന് തോന്നും. ഒന്ന് പ്രവർത്തനത്തിന് ആജ്ഞാപിക്കുകയും മറ്റേത് അതിനെ നിരോധിക്കുകയുമാണ് ചെയ്യുന്നത്. പെട്ടെന്നുണ്ടാകുന്ന മറവി, മാർഗത്തിൽ കണ്ടുവരുന്ന ഓർമ്മകൾ, അനാക്കാഡി എല്ലാവർക്കും അറിയാവുന്ന കട്സ് ചെയ്തുകൊണ്ടിരിക്കും. കുറച്ച് സ്പീഡ് കൂടുതലുണ്ട് സാർ. പറഞ്ഞത് നന്നായി. അനാക്കാഡിന്റെ സിൻഡ്രം എല്ലാവർക്കും അറിയാം. കട്സിങ് ആണ്. ഭയങ്കര ആനിമൽസിനോട് ക്രുവാലിറ്റി കാണും. ഞാൻ എന്തോ ഒരു എൻ്റെ ശരീരത്തിൽ എന്തോ ഒരു ബാധ പോലെ കയറിയിട്ടുണ്ടെന്നത് തോന്നുന്നത്. ചിലപ്പം അത് ഇന്നത് ചെയ്യാൻ ആജ്ഞാപിക്കുന്ന മാതിരി തോന്നും. ചിലപ്പോൾ അത് ചെയ്യരുതെന്ന് പറയുന്നതായിട്ട് തോന്നിക്കും. ഇങ്ങനെയുള്ള കേസുകൾ ഒരുപാട് മെൻ്റൽ ഡിസീസിൽ, ഞാൻ മെൻ്റൽ ഹോസ്പിറ്റലിൽ ആയതുകൊണ്ട് കഴിഞ്ഞ 25 ഇയേഴ്സായിട്ട് ഞാൻ ഈ മെൻ്റൽ ഡിസീസിൽ കൂടുതൽ ഊന്നൽ കൊടുത്തുകൊണ്ടുള്ള ചികിത്സ ആയതുകൊണ്ട് ഈ അനാക്കാർഡിയം നമുക്ക് സാധാരണ നമ്മുടെ വീടുകളിലും അയൽവക്കത്തൊക്കെ കാണാൻ പറ്റും. രാകുക, നീ നശിച്ചു പോകും, വേറെ ഒന്നും ചെയ്യാൻ പറ്റാതെ വരുമ്പം ചെയ്യുന്ന പരിപാടിയാണ്. നീ നശിച്ചു പോകും, നീ ഗുണം പിടിക്കുകയില്ല, ഒരിക്കലും നന്നാകുകയില്ല എന്നൊക്കെ പറയുന്നവർക്ക് കൊടുക്കാവുന്ന ഒരു നല്ല. പിന്നെ അസൂയ, കുശുമ്പ്, പിന്നെ ഈ പട്ടി, പൂച്ച, പശു ഇങ്ങനെയുള്ളതിനെയൊക്കെ മർദ്ദിക്കും. ദേഷ്യം വന്നു കഴിഞ്ഞാൽ ദേഷ്യം തരാൻ ചെന്ന് അതിനെ തല്ലും. അതിന് തീറ്റിയിട്ട് കൊടുത്ത തിന്നില്ലെങ്കിൽ അതിനെ ഉപദ്രവിക്കും. ഇതെല്ലാം അനാക്കാഡിയത്തിൻ്റെ. എൻ്റെ അയൽവക്കത്തൊരാളുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇത്ര കറക്റ്റായിട്ട് പറയുന്നത്. അയാളെ കണ്ടു. പക്ഷേ ഞാൻ മരുന്ന് എനിക്ക് ചാൻസ് കിട്ടിയിട്ടില്ല. അയാൾ മരുന്നിനൊന്നും വന്നിട്ടില്ല. അയാളെ എപ്പോഴും അനാക്കാഡിയം വരുമ്പം ഞാൻ ഇപ്പം സ്പീഡ് കുറഞ്ഞോ അതോ പഴയതുപോലെ? ഇല്ല, സ്പീഡ് കുറഞ്ഞു. അതിന് പൊട്ടൻസി 0.3 തന്നെയാണോ? ഞാൻ മിക്കവാറും സിറോപാർത്തറി അതില്ലെങ്കിൽ മാത്രമേ 13-200. ഗവൺമെന്റിൽ ഇരുന്നപ്പോൾ ഒക്കെ 13-200 ഒക്കെ ആയിരുന്നു കൊടുത്തത് വണ്ണമൊക്കെ. പക്ഷേ എൻ്റെ പ്രൈവറ്റ് പ്രാക്ടീസിൽ എപ്പോഴും ഞാൻ കൊടുക്കുന്നത് 0/3 ആണ് വർഷങ്ങളായിട്ട്. അതും ഡിവൈഡ് ഡോസാണ് ഇപ്പം കൂടുതൽ കൊടുക്കുന്നത്. പിന്നെ വേറൊരു മെഡിസിൻ ഉണ്ട്, അഹൽലോണിയം എന്ന് പറയുന്നത്. അഹൽലോണിയം, AHALONIUM. അൽഹലോണിയം. അതായത് ഈ ബോർക്കിൻ്റെ 42ാമത്തെ പേജിലുണ്ട്.
സംശയമുള്ളവർക്ക് നോക്കാം. പലതരത്തിലുള്ള നിറങ്ങൾ കാണുന്നു എന്ന തോന്നൽ. ഭയാനകമാണ്. ചിലപ്പം ഈ ഇതിനെയൊക്കെ കാണും, ഈ ആന, അതുപോലെ തന്നെ ഈ പാമ്പ്, അതുപോലെ തന്നെ ഈ വന്യജീവികളെ പലതിനും കാണും. അതിനകത്ത് വേറൊരു പ്രത്യേകത, കൃഷ്ണമണി വികസിച്ച് വരുന്നതായിട്ട് നമുക്ക് കാണാം. തല ചുറ്റിലും വരും. അത് നമ്മൾ ലൈറ്റ് അടിച്ച് നോക്കിയാൽ നമുക്ക് പ്രത്യേകം കണ്ടാൽ അറിയാം. പിന്നെ വേറൊരെണ്ണമാണ് ബെല്ലോണ. എൻ്റെ ഒരു സുഹൃത്ത് ഒരിക്കൽ പനിയായി, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും റിപ്പറ്റീഷൻ ആണെങ്കിൽ ക്ഷമിക്കുക. എൻ്റെ ഒരു സുഹൃത്ത് ഒരിക്കൽ അസുഖം വന്നു, പനി, ഭയങ്കര പനി. പുള്ളി ഓടി വന്നു, പുള്ളിയുടെ മകൻ ഓടി വന്ന് എന്നോട് പറഞ്ഞു, അച്ഛനും പനിയായിട്ട് കിടക്കുന്നു, ഓടി വരണം. അതാണ്ടൊക്കെ ബിച്ചും പേയൊക്കെ പറയുന്നു വരണമെന്ന്. ഞാനവിടെ ചെന്നപ്പോൾ പുള്ളി അല്ലാണ്ട് ഇന്ദിരാഗാന്ധി തോക്ക് വെക്കാൻ, സർദാർജി തോക്കും കൊണ്ട് വരുന്നു, പിടിച്ചു മേടിക്കല്ലേ, ഇപ്പൊ കൊല്ലുമെന്ന്. അത് കഴിഞ്ഞ് എനിക്ക് മനസ്സിലായി ഇത് ഹലൂസിനേഷനാണ്, ഡെലിവറിയൊക്കെ ആണെന്ന് മനസ്സിലായി. ഞാൻ ബെല്ലോണ എൻ്റെ കയ്യിലുണ്ടായിരുന്നു, 0/3 അടുപ്പിച്ചടുപ്പിച്ച് കൊടുത്തു. ഒരു 10-15 മിനിറ്റിനകം ആള് എല്ലാം പോയി, പനിയും പോയി, ഈ ഇന്ദിരാഗാന്ധിയെ വെടിവെക്കാൻ നിൽക്കുന്നത് അതും പോയി, ആ തോന്നലുകളെല്ലാം പോയി. നമ്മുടെ മരുന്നുകൾ എത്ര ശക്തമാണെന്ന് നോക്കണം. അതിൽ ട്രയോ ഡെലിറിയം മെഡിസിൻ, അയോസ്യാമസ്, പ്രമോണിയം, അതുപോലെ തന്നെ ബെല്ലോണ. അത് നമ്മൾ പഠിച്ചിട്ടുണ്ട് ട്രയോ ആണെന്ന്. ശരിക്കും ട്രയോ തന്നെയാണ്. അത് ബെല്ലോണ വളരെ അക്യൂട്ടായിട്ട് വയലൻ്റ് ആയിരിക്കും. പ്രമോണിയത്തിന് ഇരുട്ടിനോട് പേടിക്കാം, ഇരുട്ടുള്ള മുറി പോകാൻ. ഈ പിള്ളേർക്കൊക്കെ ഇരുട്ടുള്ള മുറിയിലോട്ട് പോകുമ്പോൾ പേടിയുള്ള പിള്ളേർക്ക്, അതായത് അവിടെ പ്രേതമുണ്ട്, പിശാചുണ്ടെന്നൊക്കെ കൊച്ചിലെ പറഞ്ഞ് പേടിപ്പിക്കുന്നത്, ഒറ്റയ്ക്ക് പോകാൻ പേടിയാണ്, ബാത്റൂമിൽ പോകാൻ പേടിയാണ്, ഇരുട്ട് വെളിച്ചമില്ലാത്ത മുറി പോകാൻ സ്ട്രമോണിയം കൊടുത്തു കഴിഞ്ഞാൽ വളരെ കുറവ് കിട്ടും. അതുപോലെ ലൈക്ക് ടു ബി നേക്കഡ്, എക്സ്പോസ് ചെയ്തിട്ടിരിക്കുക, ഓടിപ്പോകാനുള്ള തോന്നൽ വരിക, ഇതൊക്കെ വരികയാണെങ്കിൽ അയോസ്യാമസ് ആണ് മെഡിസിൻ. ഞാൻ ഒന്ന് കമ്പാരിറ്റീവായിട്ട് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. എനിക്ക് ഒരുപാട് കേസ് കിട്ടിയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ കിട്ടിയിരിക്കുന്നത് അയോസ്യാമസാണ്. അതായത് നിംഫോമാനിയക്, ലൈക്ക് ടു ബി അൺകവേർഡ്, അതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട സിംറ്റം. ഓടിപ്പോകാനുള്ള പ്രവണത അതിന് കാണാം. അതിനകത്ത് പ്രമോണിയത്തിന് ഒറ്റയ്ക്ക് ഇരിക്കാൻ പേടിയാണ്, ഇരുട്ടത്ത് പോകാൻ പേടിയാണ്. ഇതൊക്കെയാണ് സ്ട്രമോണിയത്തിൻ്റെ. പിന്നെ പറഞ്ഞു ബെല്ലോണയുടെ പ്രേതങ്ങൾ മറിഞ്ഞു നിൽക്കുന്ന മുഖങ്ങൾ, പല വിധത്തിലുള്ള ശലഭങ്ങൾ തുടങ്ങിയവയെ കാണുന്നതിനുള്ള തോന്നൽ, കറുത്ത നിറത്തിലുള്ള മൃഗങ്ങൾ, പട്ടി, ചെന്നായി എന്നിവയെയും കാണുന്നതായ തോന്നൽ, സാങ്കല്പികമായ കാഴ്ചകളിൽ ഭയം, അവയുടെ സമീപത്തു നിന്നും ഓടിപ്പോകാൻ ആഗ്രഹം ബെല്ലോണയാണ്. ഞാൻ മെൻ്റൽ ഹോസ്പിറ്റലിൽ ഇരിക്കുമ്പോൾ എപ്പം വയലൻസ് വന്നാലും ഒരു കുപ്പിക്കകത്ത് ബെല്ലോണ മെഡിക്കേറ്റ് ചെയ്ത് വെച്ചിരിക്കുക. എപ്പോൾ പേഷ്യൻറ്റിന് വന്നാലും ബെല്ലോണ കൊടുത്തു കഴിഞ്ഞാൽ അന്നേരം ശാന്തമാണ്. അതൊക്കെ ചില ടിപ്സുകളാണ്. വയലൻ്റ് ആയിട്ടുള്ള പേഷ്യൻ്റ് വന്നാൽ ബെല്ലോണ കൊടുത്താൽ അന്നേരം ഉണ്ട്. ഏത് ഇഞ്ചക്ഷൻ കൊടുത്താലും, ഏത് ഇത് കൊടുത്താലും, സ്ട്രാങ്കുലൈസേഴ്സ് കൊടുത്താലും അത്ര എഫക്റ്റ് വരിക. അടുത്ത റൂബ്രിക്ക് ഭയം അല്ലെങ്കിൽ ആകാംക്ഷ, ഫിയർ ഓർ ആൻസൈറ്റി. സ്പീഡ് കുഴപ്പമില്ല സർ. നെറ്റിന് പ്രോബ്ലം. ഉണ്ടോ? എന്തോ ഇടയ്ക്കിടയ്ക്ക് കിറിയെന്ന് ശബ്ദം കേൾക്കുന്നുണ്ട്. അതൊരു മെസ്സേജ് വരുന്നതിന്റെ ശബ്ദമാണ് എന്ന് വേറൊരു ചാറ്റ് ബോക്സിൽ കണ്ടു. ശബ്ദം ഉണ്ടെന്ന് ബാക്കിയുള്ളവർ. നെറ്റ് പോയി. മർദ്ദിച്ച ആകാംക്ഷയും അസ്വസ്ഥതയും കേട്ടില്ലേ? ഇല്ല, കുറച്ചു നേരം കേട്ടില്ലായിരുന്നു. ഒന്നുകൂടെ തുടങ്ങണേ സാർ. ഫിയർ ഓർ ആങ്സൈറ്റി വരെ കേട്ടുള്ളൂ. അതിൻ്റെ അകത്ത് ഒന്നാമത്തെ മരുന്ന് അക്കണേറ്റ് ആണ്, മരണഭീതിക്ക്. അത് എനിക്കൊരു കേസ് കിട്ടി. അത്
ഒരു ഫ്യൂണറൽ കണ്ടു കഴിഞ്ഞ് ഒന്നല്ല 3-4 കേസിൽ ഞാൻ വിജയിച്ചു. പേടി ശവത്തെ കണ്ടിട്ടുണ്ട്. ഇപ്പം അനിതര സാധാരണമായുള്ള കൊലപാതകം, ആത്മഹത്യ, പിന്നെ അല്ലെങ്കിൽ ഇത് കഴിഞ്ഞ് ഹിന്ദുക്കളുടെ ഇതിൽ ശവം സംസ്കരിക്കുകയാണല്ലോ, കത്തിക്കുകയാണല്ലോ. ഇതൊക്കെ കണ്ടതിന് ശേഷം ഭയം വന്ന് അവർക്ക് ഈ അക്കണൈറ്റ് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് റിലീഫ് കിട്ടാറുണ്ട്. അത് ഫിയറിന്റെ നമ്പർ 1 മെഡിസിനാണ്. പിന്നെ അടുത്തത് ആഴ്സനിക് ആണ്. ആഴ്സനിക് ആൽബിന്റെ ഇതിന്റെ തമ്മിലുള്ള വ്യത്യാസം, ഈ ഭയത്തിന്റെ അല്ല ആകാംക്ഷയുടെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ചാകും എന്നുള്ള പേടിയാണ്. ഉടനെ ഡോക്ടറെ കാണണമെന്ന് പറയും അക്കണൈറ്റ് ആണെങ്കിൽ. അതിനകത്ത് ആഴ്സനിക്കാണ് ചാകാൻ പേടിയുണ്ടെങ്കിൽ രോഗം കുറയത്തില്ല, അതുകൊണ്ട് മരുന്ന് കഴിക്കില്ല, ഡോക്ടറെ പോകണ്ടെന്ന് പറയും, ആശുപത്രിയിൽ പോകണ്ടെന്ന് പറയും. ഇതാണ് അതിൻ്റെ അകത്ത് പ്രധാനപ്പെട്ട. രണ്ടിനും തേസ്റ്റുണ്ട്. മറ്റേ അക്കണൈറ്റിൻ്റെ ലാർജ് ക്വാണ്ടിറ്റീസ് ഓഫ് വാട്ടർ തേസ്റ്റാണ്, മറ്റേ സ്മോൾ ക്വാണ്ടിറ്റീസ് ഇൻ സ്മോളർ ഇൻ്റർവെൽസ് ആണ്. അതാണ് അത് തമ്മിലുള്ള വ്യത്യാസം നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്. പിന്നെ വേറെ പരീക്ഷാ ഭയം, അത് എല്ലാവർക്കും അറിയാം. എൽസീമുണ്ട്, അനാക്കാർഡിയുണ്ട്. അനാക്കാർഡിയം ഞാൻ മുമ്പേ പറഞ്ഞതാണ്. അതിനും പരീക്ഷാ ഭയമുണ്ട്. ആർജന്റ് നൈട്രിക്കിനുണ്ട്. ആർജന്റ് നൈട്രിക്കിൻ്റെ ഭയം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എവിടെയെങ്കിലും പോകുന്നതിന് മുമ്പ് കക്കൂസി പോകണം. അതുപോലെ തന്നെ തെരുവരെ കക്കൂസി പോകണം. ആരെങ്കിലും ആശുപത്രിയിലാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഒന്നോരെ കക്കൂസി പോകണം. അതുപോലെ ഒരു സ്റ്റേജിലോട്ട് വിളിച്ചു കഴിഞ്ഞാൽ പേര് വിളിക്കുമ്പം മിക്കവാറും ആശാൻ കക്കൂസിലായിരിക്കും. കാരണം ഒരു ആൻസൈറ്റി, ഒരു ഫിയർ, വർദ്ധിച്ച ഭീതിയും ദുഃഖവും. ആൾക്കൂട്ടത്തിൽ പോകുവാൻ, സിനിമയ്ക്ക് പോകുവാൻ, പള്ളിയിൽ പോകുവാൻ, പരീക്ഷ, ഇതിനെല്ലാം മുമ്പേ ലൂസ് മോഷൻ ആയിരിക്കും. നന്നായി കക്കൂസി പോകണം, അല്ലെ മൂത്രയിൽ ഒഴിക്കണം. ഇതിനെല്ലാം പറ്റിയ മരുന്ന് ആർജന്റ് നൈട്രിക് ആണ്. ആ ശബ്ദം എന്താണെന്ന് എനിക്ക് തോന്നുന്നത്, ഈ മെസ്സേജ് വരുന്ന. അതുപോലെ തന്നെ എനിക്ക് മെസ്സേജ് വരുന്ന ആണോ? എന്റെ ഫോൺ ഒന്ന് മാറ്റിയാ വെച്ചിരിക്കുന്നത്. എനിക്ക് അതൊന്നും ചെയ്യാൻ അറിയില്ല. കുഴപ്പമില്ല, ഇടയ്ക്കിടയ്ക്കേ ഉള്ളൂ. ഇത് കൂടാതെ വേറൊരു മെഡിസിനാണ് കാൽക്കേരിയ കാർബ്. എല്ലാവർക്കും അറിയാവുന്ന, അത് രോഗം വരും എന്നുള്ളൊരു ഭയമാണ്, ആപത്ത് വരുമെന്നുള്ള ഭയമാണ്. വേറുള്ളവരെന്നെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്, എന്നെ ഇങ്ങനെ ഭൂതക്കണ്ണാടി കൂടെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം ആർക്കാ ഇതൊക്കെ നോക്കാനുള്ള സമയം? എന്നാലും അവരുടെ തോന്നലാണ്. ഒറ്റയ്ക്കിരിക്കുമ്പോഴും രാത്രിയിലും ഇരിക്കുമ്പോഴും രോഗികളിലാണ് പ്രത്യേകം കാണുന്ന ഭയം. ഒറ്റയ്ക്കിരിക്കുമ്പോൾ എപ്പോഴും വേണമെന്നുള്ള തോന്നൽ കൂടുതലും പ്രായമായിട്ടുള്ളവരുടെ ഇത് കൂടുതൽ കാണാറുണ്ട്. കാൽക്കേരിയ കാർബിൻ്റെ സിംറ്റം, രോഗം വന്നു കഴിഞ്ഞാൽ ആരെങ്കിലും കൂട്ടത്തിൽ വേണം, അല്ലെങ്കിൽ ഭയം ഇങ്ങനെ തോന്നും. ഇരുട്ടിനെ ഭയം, പഴകിയ രോഗം, പഴയ രോഗം കുറയാതെ വരുമ്പോൾ അതിനോടുള്ള രോഗം വന്ന് ചത്തുപോകുന്നുള്ള ഭയം, ഇതെല്ലാം കാണുന്നത് കാൽക്കേരിയ കാർബിനാണ്. ഞാൻ ആഴ്സനിക് കാർബിൻ്റെ അക്കണൈറ്റിൻ്റെ പേടി തമ്മിലുള്ള വ്യത്യാസം പറഞ്ഞു. ഇനി അടുത്തത് ഫോസ്ഫറസ്. പെട്ടെന്ന് പേടിക്കുന്ന, ക്ഷീണിച്ച ആളുകൾ, ഒറ്റയ്ക്കിരിക്കുമ്പോൾ ഭയം, മരണഭീതി, വർദ്ധിച്ച അസ്വസ്ഥതയും ആകാംക്ഷയും, ഇരുട്ടിനെ ഭയങ്കര പേടി, ഒറ്റയ്ക്കിരിക്കാൻ പേടി. ഇതെല്ലാം വരുന്നത് ഫോസ്ഫറസ് ആണ്. അതൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ മെഡിസിനാണ്. പല അസുഖങ്ങളും അതിനോട് കൂടി കാണും. അതിന് ഒരു സിംറ്റമാണ് പേടി. പിന്നെ എല്ലാവർക്കും അറിയാവുന്ന ഒരു മരുന്ന്, മുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങാൻ പേടി, അത് ബോറാക്സ് ആണ്. ബോറാക്സിന് അങ്ങനെയുണ്ട്, സ്റ്റെപ്പൊന്നും കയറിയിട്ട് മുകളിലോട്ട് കയറാൻ പേടിയില്ല, താഴോട്ട് ഇറങ്ങാൻ പേടിയാണ്. ഞാൻ ഓർക്കുന്നുണ്ട്, ഞങ്ങളുടെ അയൽവക്കത്തുള്ള ഒരുത്തൽ ചക്കയിടാൻ അങ്ങോട്ട് കയറി, പിന്നെ തിരിച്ചിറങ്ങുന്ന ഫയർഫോഴ്സുകാരൻ കൊണ്ടുവന്ന അവിടെ ഇരുന്ന് കയറാൻ തുടങ്ങി. തോർത്ത് വെച്ച് പ്ലാവെ കൂട്ടി വെച്ച് കെട്ടി. എന്നിട്ട് ഫയർഫോഴ്സുകാരൻ വന്നിട്ട് അയാളെ ഇറക്കിയത് താഴേട്ട്, കെട്ടിയിറക്കാൻ. ഞാൻ ഓർക്കാൻ വേണ്ടി എങ്ങനെയൊക്കെ പറയുന്നത് ഇടയ്ക്ക് കേട്ടോ. മുഷിച്ചിട്ട് തോന്നുന്നില്ലല്ലോ? ഉണ്ടോ? ഉണ്ടെങ്കിൽ പറയണം.
പിന്നെ ഷേവ് ചെയ്യുമ്പോൾ മുറിവെന്നുള്ള പേടി. ഇത് പലർക്കും ഉള്ളതാ. പല ആണുങ്ങൾക്കും ഉണ്ട്. അതുകൊണ്ട് ഷേവ് ചെയ്യാത്തത് ഞാൻ ഷേവ് ചെയ്യാത്തത് അതുകൊണ്ടല്ല കേട്ടോ. വേറെ ചില കാരണങ്ങളുണ്ട്. ശബരിമലയുടെ സീസണിൽ എല്ലാം മിക്ക വർഷങ്ങളും ഞാനിങ്ങനെ വ്രതം എടുക്കാറുണ്ട്. പോകാൻ പറ്റിയില്ലെങ്കിൽ. അതുകൊണ്ടാണ്. അപ്പം അന്നേരം ഓർക്കാൻ വേണ്ടി അങ്ങനെ പറയുന്നത്. ഷേവ് ചെയ്യുമ്പോൾ ചെറിയ പിന്ന് കിടന്നാൽ മതി. എവിടെയെങ്കിലും തറ കിടന്നാൽ അതൊക്കെ കാണുമ്പം കത്തി കണ്ടാൽ പേടി. ഇതെല്ലാം വരുന്നത് കലേഡിയത്തിനാണ്. മുഖം മുറിയുമെന്നുള്ള പേടി. കത്ത് കാണും. കനേഡിയൻ. കലേഡിയൻ. പിന്നെ എല്ലാവർക്കും അറിയാവുന്ന ഒരു മരുന്നാണ്. എല്ലാവരും പ്രയോഗിക്കുന്ന ഒരു മരുന്നാണ് ജൽസീമിയം. അതെല്ലാവർക്കും അറിയാം. പരീക്ഷയ്ക്ക് പേടി, പരീക്ഷയ്ക്ക് തോക്കുമെന്ന മോടി. ഈയിടെ എനിക്ക് ഒരു പയ്യൻ, ഞാൻ ട്രീറ്റ് ചെയ്യുന്ന ഒരു പയ്യൻ, ഈ പരീക്ഷയുടെ റിസൾട്ട് അറിയാം. ഈയിടെ 1-2 ദിവസമായിട്ട് കോളേജിൽ പോകുന്നില്ല. പരീക്ഷയുടെ റിസൾട്ട് വന്നെങ്കിലും തോറ്റുപോകുന്നുള്ള പേടി. ഇതിനെല്ലാം കൊടുക്കാവുന്ന പ്രധാനപ്പെട്ട ഒരു മരുന്നാണ്. ഞാൻ ആദ്യം കൊടുക്കുന്ന അക്കണൈറ്റാണ്. ഈ അക്കണൈറ്റാണ് കൂടുതൽ കൊടുക്കുന്നത്. പിന്നെ അതിൻ്റെ സിംറ്റംസ് നോക്കി. പക്ഷെ എന്നിട്ടും കുറഞ്ഞില്ലെങ്കിൽ ഞാൻ കൊടുക്കുന്നത് ജൽസീമിയം. സ്റ്റേജിൽ കയറാൻ പേടി, പല പരിപാടികൾ അവതരിപ്പിക്കാൻ പേടി, ഇതിനെല്ലാം പേടിയാണ്. ഒരു സ്റ്റേജ് ഫിയറും, അതുപോലെ 10 പേരുടെ മുമ്പിൽ പോയി സംസാരിക്കാനുള്ള പേടി, ഇതെല്ലാം വരുന്നത് ജൽസീമിയത്തിനാണ്. പിന്നെ മുമ്പേ പറഞ്ഞല്ലോ ബോറാക്സ്, അതിന് നേരെ ഓപ്പോസിറ്റാണ് ഓണോസ്മോഡിയം. മുകളിലോട്ട് കയറുക, താഴോട്ട് ഇറങ്ങാനാണ് ബോറാക്സ്. മുകളിലോട്ട് കയറാൻ ഭയമുള്ളത് ഓണോസ്മോഡിയം. ഓർക്കാൻ എളുപ്പത്തിന് അങ്ങനെ കമ്പയർ ചെയ്ത് പറയുന്നത്. പിന്നെ വേറൊരു മരുന്നാണ് മുമ്പേ പറഞ്ഞ ഷേവ് ചെയ്യുമ്പോൾ കലേഡിയം പറഞ്ഞ അതിനെക്കാട്ടി കുറച്ചുകൂടെ തീവ്രത തോന്നുന്നതാണ് കത്തി ഓർത്ത മുനയുള്ള വസ്തുക്കൾ. അതായത് സൂചിയൊക്കെ കിടന്നാൽ തറക്കിടപ്പുണ്ടോ എന്ന് തപ്പിയെടുത്തും കാണാതെ ആയിരിക്കും ഉറക്കം വരിക. അത് പ്രത്യേകിച്ച് ഡയബറ്റീസ് പേഷ്യൻറ്റിൽ അത് കൂടുതലാണ്. അവർക്ക് സ്പൈജീലിയാണ്, അവർക്ക് ഹാർട്ട് ഡിസീസും സാധാരണ കാണാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ള കേസുകളിൽ കൂടുതലും സ്പൈജീലിയാണ് കൂടുതൽ വരുന്നത്. അടുത്തത് എക്സിലറേഷൻ, അതായത് സന്തോഷം പകരുന്നത്. പിന്നെ അത് വരുന്ന ഇടയ്ക്കിടയ്ക്ക്, അതായത് അന്നേരം ഞാൻ നിന്നു പോകുന്നത് ഒരു ഡിസ്റ്റർബൻസ് ആയിട്ട് തോന്നുന്ന ഇടയ്ക്ക് അത് വരും. ആ ശബ്ദം വരും. ഇപ്പൊ എനിക്കൊരു മെസ്സേജ് വന്നു. ഞാനത് സൈലന്റ് ഇട്ടേക്കുന്നോണ്ടാണ് ആ ശബ്ദം വരുന്നത്. അത് ശരി. കുഴപ്പമില്ല. വരുമ്പോ നമുക്കൊരു സൗണ്ട് കേൾക്കുമ്പോൾ ഒരു ഡിസ്റ്റർബൻസ് വരും. ആൽഫ ആണ്. നമുക്ക് രാത്രിയിൽ ഈ അസ്വസ്ഥതയുള്ളവർക്ക്, മാനസികമായിട്ട് അസന്തുഷ്ടിയുള്ളവർക്ക് രാത്രി ഒരു ആൽഫ ഒരു ശകലം കഴിച്ചുകൊണ്ടും കിടന്നാൽ, ഒരു 10-15 തൊണ്ടി കഴിച്ചിട്ട് കിടന്നാൽ നല്ല സുഖമായിട്ട് ഉറക്കും. മനസ്സിന് നല്ല ശാന്തിയും സന്തോഷം കിട്ടും. ഞാൻ പല രോഗികൾക്കും കൊടുക്കാറുണ്ട്. മദർ ടീച്ചറാണ് അത് കൊടുക്കുന്നത് കേട്ടോ. പിന്നെ അടുത്തത് വിഷാദം അല്ലെങ്കിൽ ഡിപ്രഷൻ. അതിനും ആൽഫ നല്ലതാണ്. എന്താണ് ഞാൻ പറഞ്ഞത്, വിഷാദമുള്ള രോഗികൾക്ക് രാത്രി കിടക്കാവുന്ന നേരത്ത് ഇത് സ്വല്പം വെള്ളത്തിൽ 10-15 തൊണ്ടി എടുത്ത് കുടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല സുഖമായ ഉറക്കം കിട്ടും. ഒരു വിചാരവും വലിയ ഇതൊന്നും കൊണ്ടുവരില്ല. അത് കൂടുതൽ ആഹാരം കഴിച്ചത് കൊണ്ട് അനുഭവപ്പെടുന്ന വിഷാദമാണെങ്കിൽ, ചിലപ്പോൾ നമ്മൾ ഊണ് കഴിഞ്ഞിട്ട് ഉറക്കം വരാത്തവരുണ്ട്, നല്ലവണ്ണം ശാപ്പാടൊക്കെ അടിച്ചു കഴിഞ്ഞാൽ. അങ്ങനെയുള്ളവർക്ക് ഇത് നല്ലതാണ്. ചുമ്മാ കിടന്ന് കരയുക, കാറുക, ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ, എനിക്ക് പരിചയമുള്ള ഒരു പേഷ്യൻ്റ് ഉണ്ട്. അവർക്ക് നടുവൊടിഞ്ഞ് കിടക്കുക. അവർക്ക് രാത്രിയും പകലും എന്നില്ല, ഇങ്ങനെ കൂവിക്കൊണ്ടിരിക്കും. അവർക്ക് ഇപ്പം ഇച്ചിരി കുറവുണ്ട്, അമോണിയം കാർബൺ കൊടുക്കും. അവർക്കൊരു 61 വയസ്സുണ്ട്. അവർ നടുവൊടിഞ്ഞു. പക്ഷെ അവരെ ആർക്കും പാവപ്പെട്ടവരായതുകൊണ്ട് അവരെ വീട്ടിൽ നിന്ന് കൊണ്ടുപോകാനില്ല. ഭർത്താവ് മരിച്ചുപോയി. പിന്നെ 3 മക്കളുണ്ട്. ഒരു പെൺമക്കൾക്ക് മാനസിക രോഗമാണ്. അതെങ്ങാണ്ട് ഈ ഓർഫനേജിൽ കൊണ്ടാക്കിയിരിക്കുക. ഈ ഒരുപാട് സേവനം ചെയ്യുന്ന അച്ഛന്മാരും ഈ കന്യാസ്ത്രീകളും ഒക്കെ ഉണ്ട്. അവരുടെയൊക്കെ ഏതോ ഒരു മഠത്തിനകത്ത് അവർ നോക്കുന്ന ഒരു സ്ഥാപനത്തിലാക്കിയിരിക്കുക. ഈ 2 പെൺമക്കള് ബാക്കിയുള്ളൂ. ഒരെണ്ണം കല്യാണം കഴിച്ച് ഡൈവേഴ്സ് ചെയ്തിരിക്കുക. 2 കുട്ടികളുണ്ട്.
അതൊക്കെ ഓർത്തിട്ട് അവർക്ക് ഭയങ്കര അവരെപ്പോഴും കാറിച്ച. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇരുന്ന് അവർ നല്ല പാട്ടും പാടും. ശോകഗാനങ്ങളൊക്കെ പഴയ ശോകഗാനങ്ങളൊക്കെ പാടിക്കൊണ്ടിരിക്കും. അതിന് ഏറ്റവും കൊടുക്കുന്നത് അമോണിയം കാർബാണ്. ഷണ്ണത മൂലം അനുഭവപ്പെടുന്ന വിഷാദം. ചിലര് ഈ സെക്സ്വൽ വീക്ക്നെസ്സിന്റെ കൊണ്ടുണ്ടാകുന്ന ഇത് ദുഃഖം ആണ് വിഷാദ രോഗമാണെങ്കിൽ അതിന് ഏറ്റവും പറ്റിയത് ആഗ്നസ് കാസ്റ്റസാണ്. ഞാൻ ഒരിക്കലും ഒരാൾക്ക് കൊടുത്തിട്ടുണ്ട്. അയാൾക്ക് കല്യാണം കഴിക്കാൻ പ്രയാസം. അയാള് ഹോമോസെക്സ്വാലിറ്റി ഉണ്ട്. അയാൾക്ക് വന്ന ഹോമോസെക്സ്വാലിറ്റിക്ക് ഒന്നാം തരം ഒരു മെഡിസിനാണ് ആഗ്നസ് കാസ്റ്റസ്. ഫീമെയിൽസിനാണെങ്കിൽ സബാർസറിലേറ്റ് ആണ് മെഡിസിൻ. അത് ഒരു നല്ല മെഡിസിനാണ്. അതുകൊണ്ടുള്ള ഈ ഷണ്ണത കൊണ്ടുള്ള ഈ സെക്സ്വൽ എക്സസ് കൊണ്ട് ഉള്ള ഇതുകൊണ്ടുണ്ടാകുന്ന വിഷാദം, ഷണ്ണത കൊണ്ടുണ്ടാകുന്നതാണ് ആഗ്നസ് കാസ്റ്റസ്. സ്പീഡ് കൂടുതലില്ലല്ലോ? ഉണ്ടോ? ഞാൻ ഇല്ല അറിയാമല്ലോ. ഇല്ല കുഴപ്പമില്ല. തുടക്കത്തിലെങ്ങ സ്പീഡ് കൂടിയ രോഗി അഗാധമായ ദുഃഖം കാണുന്നതാണ് കോക്കുലസ് ആണ് മരുന്ന്. ഭയങ്കരമായ ദുഃഖത്തോടു കൂടി ഉള്ള വിഷാദം കോക്കുലസ് ഇൻഡിക്ക. ഓവർ ജോലി ചെയ്തിട്ട് ടയർഡ് ആകുന്ന കേസിൽ കൊടുക്കാവുന്ന ഒരു മരുന്നാണ് കോക്ക. നമ്മൾ സാധാരണ അത് ഉപയോഗിക്കുന്നത് മൗണ്ടൻ ക്ലൈംബിങ്ങിനൊക്കെയാണ് കോക്ക കൂടുതൽ ഉപയോഗിക്കുന്നത്. മൗണ്ടനിൽ പോയാലുണ്ടാകുന്ന പല അസുഖങ്ങൾക്കും കൊടുക്കാറുള്ള ഒരു പ്രിക്കോഷണറി മെഡിസിനാണ് കോക്ക. പിന്നെ തന്നിൽ പൂർണ്ണമായ വിശ്വാസം ഇല്ലാത്തത് കൊണ്ട് അനുഭവപ്പെടുന്ന വിഷാദം കാഡ്മിയം സൾഫർ. അവനെ തന്നെ ഒരു വിശ്വാസമില്ല, ഒരു സെൽഫ് കോൺഫിഡൻസ് ഇല്ലായ്മ കൊണ്ടുണ്ടാകുന്ന വിഷാദ രോഗങ്ങൾക്കാണ് കാഡ്മിയം സൾഫർ. ഞാൻ ഏറ്റവും കൂടുതൽ എനിക്ക് കിട്ടിയിരിക്കുന്ന സിംറ്റംസ് ഇഗ്നേഷ്യ, നേട്രം സൾഫർ, നേട്രം മൂറ്, ഓറമെറ്റ്. ഇതിൻ്റെ ഞാൻ എഴുതിയിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. എഴുതിയിട്ടുണ്ട്. വിഷാദം കാരണം വയറ്റിൽ വേദനയും ഛർദിയും അനുഭവപ്പെടുന്നു. അവർക്ക് ഈ പറഞ്ഞ മാതിരി ഒരു ഈ വിഷാദം കൊണ്ട് വയറ്റ് വേദനയും ഛർദിച്ചുകൊണ്ടിരിക്കും. വോൾട്ടേരിയ എന്ന് പറയുന്ന വോൾട്ടേരിയ, GAULTHERA, വോൾട്ടേറിയ. പിന്നെ പെൺകുട്ടികളിൽ ഇപ്പോഴും വന്ന സാരയില്ല. പെൺകുട്ടികൾ പ്രായമാകുമ്പോൾ അനുഭവപ്പെടുന്ന വിഷാദ രോഗം ഒരുമാതിരി ടീനേജൊക്കെ കഴിയുമ്പോൾ ഉണ്ടാകുന്ന പെൺകുട്ടികൾക്കുണ്ടാകുന്ന അതിന് ഹെല്ലിബോറസ് ആണ് മെയിൻ മെഡിസിൻ. എപ്പോഴും മരണത്തെക്കുറിച്ച് മാത്രം ചിന്തിച്ചോരിക്കുക. അതിൽ നിന്നുണ്ടാകുന്ന ഞാൻ മരിച്ചു പോകും എന്നുള്ള തോന്നലോടുകൂടി ഇരിക്കുന്നതാണ് ഗ്രാഫൈറ്റിസിൻ്റെ സിംറ്റം. അങ്ങനെയുള്ളവർക്ക് കൊടുക്കാവുന്ന ഒരു വിഷാദ രോഗത്തിനുള്ള മെഡിസിനാണ് ഗ്രാഫൈറ്റിസ്. പിന്നെ ഈ സ്ഖലനത്തിന് ശേഷം, എമിഷന് ശേഷം ഉണ്ടാകുന്ന വിഷാദം ചിലർക്ക് പലതരത്തിലുണ്ടാകും. അതിനൊക്കെ പറ്റിയൊരു മെഡിസിനാണ് കാലിബ്രോൺ. പരീക്ഷ തോറ്റതിന് ശേഷം ഇങ്ങനെ മിണ്ടാതെ മുറിയൊക്കെ അടച്ച് ചിലപ്പോൾ ഒക്കെ ഇങ്ങനെ ജോലിട്ട് പോയതിൻ്റെ ഒന്നും കഴിക്കാതൊക്കെ മുറിയൊക്കെ അടച്ച് ഇരിക്കുകയാണെങ്കിൽ തോറ്റതിന് ശേഷമാണെങ്കിൽ കൊടുക്കാവുന്ന ഒന്നാന്തരം ഒരു മരുന്നാണ് ഡൈക്കോപ്പോഡിയ. പിന്നെ മെൻസസ് പീരീഡിൽ ഉണ്ടാകുന്ന രാത്രി കിടക്കുമ്പോൾ നെഞ്ചിടിപ്പൊക്കെ കൂടുകയാണെങ്കിൽ നേട്രം മോർ. ഞാൻ മുമ്പേ പറഞ്ഞു, ഞാൻ കൊടുക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു മെഡിസിൻ ഒരെണ്ണമാണ് നേട്രം മോർ. അത് ക്രോണിക് കേസിൽ, അക്യൂട്ട് കേസിൽ ഇഗ്നേഷ്യ കൊടുക്കും. അതിൻ്റെ ഫോളോ അപ്പ് ആയിട്ട് കൂടുതൽ കൊടുക്കുന്ന നേട്രം മോറാണ്. സ്ഖലനത്തിന് ശേഷം അനുഭവപ്പെടുന്ന വിഷാദം താറുമാറാകുന്ന ഉറക്കക്കുറവ്, പ്രഭാതത്തിൽ 3 മണിക്ക് ഉണരുകയും പിന്നീട് ഉറങ്ങാതെ കിടക്കുകയും ചെയ്യും. അതായത് 3 മണിക്ക് എഴുന്നേറ്റ് കഴിഞ്ഞാൽ പിന്നെ ഉറക്കം വരികയും ഏർലി മോർണിംഗ് എഴുന്നേറ്റിരിക്കും. ചിലർക്കത് വലിയ പ്രശ്നമായിട്ട് വരുന്നുണ്ട്. ഞാൻ ഈ അടുത്ത ഇടയ്ക്ക് ഒരു നേഴ്സിനെ ട്രീറ്റ് ചെയ്തു. അവർക്ക്
റിട്ടയർഡ് ആകുന്നതിന് വരെ കുഴപ്പമില്ല. റിട്ടയർഡ് ആയി കഴിഞ്ഞാൽ അവർ ഓരോ ഉറക്കം ഉറങ്ങും. ഒരു 2:30, 3 ആകുമ്പോൾ എഴുന്നേൽക്കും. എഴുന്നേറ്റ് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഉറക്കമില്ല. അപ്പോൾ കുറേശ്ശെ ഉറക്കം നക്സോമിക്കയാണ് കൊടുത്തത്. നസ്വോമിക്ക. അപ്പം കുറേശ്ശെ ഉറക്കം വരുന്നുണ്ട്. അവർ ഒരുപാട് 5, 6 ഉറക്കം കൂടിയവർ വന്നിട്ട് അവർക്ക് ഉറക്കമൊന്നും വരിക. പക്ഷെ നമ്മുടെ നക്സോമിക്ക കഴിച്ചപ്പം ഉറക്കം വന്നു. ഹോർമോണൽ മാറ്റങ്ങൾ അനുസരിച്ച് കാണുന്ന വിഷാദത്തിന് പൾസാറ്റില്ല. എന്താ സാറേ? ഹോർമോൺ ചേഞ്ചസ് കൊണ്ടുണ്ടാകുന്ന വിഷാദ രോഗമാണെങ്കിൽ പൾസാറ്റില്ല മരുന്ന്. പിന്നെ ഹൃദയവേദനയെ തുടർന്ന് കാണുന്ന വിഷാദ രോഗം സ്പൈജീനിയ, മുമ്പ് ഏതാണ്ട് ഒരെണ്ണത്തിന് പറഞ്ഞു, പേടിക്ക് പറഞ്ഞു. ഇതെല്ലാം കൂടെ ടോട്ടൽ വെച്ച് നോക്കുമ്പോൾ കൊടുക്കാവുന്ന ഒരു മരുന്നാണ് സ്പൈജീനിയ. അത് കത്തി, ഫോർക്ക് മുതലായി കാണുന്ന കൂർത്ത മുനയുള്ള വസ്തുക്കൾ തുടങ്ങിയ പഴയത്തോടു കൂടി ഹൃദയവേദന, നെഞ്ചത്തിനകത്തൊരു വേദനയും വിഷാദ രോഗം കൂടെ ഉണ്ടെങ്കിൽ, പിന്നെ ഹാർട്ട് ഡിസീസ് കൂടെ ഉണ്ടെങ്കിൽ പറയാൻ വേണ്ട, 100% അത് സ്പൈജീനിയ. നിർത്താറാകുമ്പോൾ ഒന്ന് ഓർപ്പിച്ചേക്കണം, അല്ലെ ഞാനിങ്ങനെ അങ്ങ് പോവാൻ. അവസാനം 10 മിനിറ്റ് 5-10 മിനിറ്റ് എങ്കിലും ഡിസ്കഷൻ വെക്കണം. വേറുള്ളവർക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ. അപ്പൊ നമുക്ക് 8 മിനിറ്റ് ഉണ്ട്. അത് കഴിഞ്ഞാൽ 10 മിനിറ്റ് ഡിസ്കഷൻ. ഓക്കെ. പിന്നെ അടുത്തത് ഡിമെൻഷ്യ. നമ്മുടെ ഡിമെൻഷ്യക്ക് ഹോമിയോപ്പതി നല്ല മരുന്നുണ്ട് ഓർമ്മക്കുറവിന്. പക്ഷേ ഒരു വലിയൊരു കുഴപ്പമാണ്, അത് കഴിക്കാൻ മറന്നു. അതിനെന്നാ ചെയ്യുന്നത്? അതിനെന്നാ മരുന്നാണ്? ഏകാഗ്രത, ബുദ്ധിശക്തി, ഓർമ്മശക്തി തുടങ്ങിയവ ക്ഷയിച്ച് മനസ്സ് പൂർണ്ണമായും ജീർണിക്കുന്ന അവസ്ഥയാണ് ഡെമൻഷ്യ. തുടർച്ചയായ അമിതമായ മദ്യപാനം, അപസ്മാര രോഗം, തൈറോയ്ഡ് ഗ്രന്ഥികളുടെ പ്രവർത്തനത്തിലുള്ള തകരാറുകൾ, ഭക്ഷണത്തിലെ ജീവകങ്ങളുടെ അഭാവം, സിബിലിസിന്റെ മൂർച്ഛാവസ്ഥ തുടങ്ങിയ ഡെമൻഷ്യ എന്ന രോഗത്തിന് കാരണങ്ങളാണ്. രോഗിയുടെ ഓർമ്മശക്തിയും ബുദ്ധിശക്തിയും ക്ഷയിക്കും. രോഗിയുടെ പ്രവർത്തനങ്ങൾ സംസ്കാരത്തിന് ഉതകാത്ത വിധത്തിലുള്ളത് ആയിരിക്കും. വൃത്തിയും ശുചിത്വബോധവും ഇല്ലാതാകുകയും ക്രമേണ സ്വബോധം നഷ്ടപ്പെടുകയും ആയി മാറും. പെട്ടെന്നുണ്ടാകുന്ന മറവി, മനസ്സ് മറ്റങ്ങ ആയതുപോലെ അനുഭവപ്പെടുന്നു. തൻ്റെ മറവിയെക്കുറിച്ച് ഓർത്ത് രോഗിക്ക് വലുതായ ദുഃഖവും ശപിക്കുന്നതിനും ആണയിടുന്നതിനും ഒക്കെ മുതിരുന്നു. ഇതിന് ഞാൻ പ്രത്യേകം കൊടുക്കുന്ന ഒരു മെഡിസിൻ, എല്ലാ മെഡിസിൻ്റെയും കൂട്ടത്തിൽ കൊടുക്കുന്ന ജിങ്കോ ബൈലോമ എന്ന് പറയുന്ന ഒരു മദർ ടിഞ്ചറുണ്ട്. അത് വളരെ എഫക്റ്റീവാണ്. ഒരുപാട് നമ്മൾ പറയും ഈ ഡൈമെൻഷ്യയ്ക്കൊന്നും അലോപ്പതിയിലൊന്നും ഒരു ട്രീറ്റ്മെൻറ്റും ഇല്ല. നമുക്ക് കുറച്ചെങ്കിലും കുറയ്ക്കാനെങ്കിലും സാധിക്കും. നിങ്ങളൊക്കെ ചികിത്സിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ തോന്നൽ. എല്ലാവരും പറയും അതിനൊരു മരുന്നും ഇല്ലെന്ന്, പക്ഷെ നമുക്കുണ്ട്. പിന്നെ ഇതിനൊക്കെ പ്രധാനപ്പെട്ട വേറൊരു മരുന്നാണ് പഞ്ചേന്ദ്രിയങ്ങൾ. അതായത് ചെവി കേൾക്കുകയില്ല, കണ്ണ് കാണുകയില്ല, രുചി മണമൊന്നും അറിയുകയില്ല, ഇതെല്ലാം കൂടെ ഉള്ള അനാക്കാർഡിയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു മെഡിസിൻ പറയുന്നത്. ശാരീരികമായ ക്ഷീണത്തെ തുടർന്ന് വരുന്ന മാനസിക ക്ഷീണം, ഓർമ്മശക്തി കുറഞ്ഞു വരുന്നു, വിചാരങ്ങളെയും ശരിയായ വാക്കും ഓർത്തെടുക്കാൻ കഴിയുന്നില്ല. അപ്പം ഇങ്ങനെ ചിലപ്പം നമുക്ക് അടുത്തുള്ളവരുടെ കൂട്ടുകാരുടെ പേര് പോലും, ചിലപ്പോൾ അവനവൻ്റെ പേര് പോലും ചോദിച്ചാൽ ചിലപ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല പെട്ടെന്ന്. ഒരു സംഭാഷണം ഇങ്ങനെ കൊണ്ടുവന്ന് കഴിഞ്ഞിട്ട് പകുതിയാകുമ്പോൾ നിർത്തിപ്പോയി, ഇനി എന്നാ പറയേണ്ടിയെന്ന് അറിയത്തില്ല. അത് ഫോസ്ഫോറിക് ആസിഡിൻ്റെ സിംറ്റമാണ്. ഡയബറ്റീസ് കൂടെ ഉണ്ടെങ്കിൽ ഒന്നും പറയുകയും വേണ്ട. ക്ഷീണവും ഇതൊക്കെ കൂടെ ഉണ്ടെങ്കിൽ, സെക്സൽ പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ, വീക്ക്നെസ് കൂടെ ഉണ്ടെങ്കിൽ ഫോസ്ഫോറിക് ആസിഡ് തന്നെയാണ് മെഡിസിൻ. അടുത്തത് കാൽക്കേറിയ കാർഡ്. തലച്ചോറിൻ്റെ വളർച്ചയിലുണ്ടാകുന്ന അപാകത മൂലം കാണുന്ന ഓർമ്മക്കുറവ്, അതിന് കാൽക്കേറിയ കാർഡ്. പ്രത്യേകിച്ചും കുട്ടികളിലൊക്കെ ഉണ്ടാകുന്ന ഓർമ്മക്കുറവൊക്കെ ആണെങ്കിൽ കാൽക്കേറിയ കാർഡ് ഒന്നുകൂടെ നല്ലത്. പിന്നെ ഞരമ്പ് സംബന്ധമായ ബലഹീനതയാണെങ്കിൽ കാരിബോസ്. ഞാൻ കൂടുതലും 6X കൊടുക്കാറുള്ളത്. കാരിബോസൊക്കെ വന്നത് അത് ബയോകെമിക്കൽ, അത് ചിലപ്പോൾ വേറുള്ള മരുന്നിൻ്റെ കൂട്ടത്തിലും കൊടുക്കും. ഇനി എത്ര മിനിറ്റ് കൂടെ ഉണ്ട്? 5 മിനിറ്റ്. അന്നേരം 1-2 കൂടെ അങ്ങ് പറയാം. ലോസ് ഓഫ് കോൺഫിഡൻസ്, പൂർണ്ണവിശ്വാസമില്ലായ്മ, തന്നിൽ തന്നെയും മറ്റുള്ളവരിലും പൂർണ്ണവിശ്വാസമില്ലായ്മ. എന്നാ ചെയ്താലും ഒരാളെ ഒരു സ്ഥലത്തിന് ഒരു കാര്യം ഏൽപ്പിച്ചു വിട്ടാൽ വീണ്ടും പോയി ചെക്ക് ചെയ്യുക അയാൾ ചെയ്തോ ഇല്ലയോ. അതിനും അനാക്കാർഡിയം ഈസ് എ വണ്ടർഫുൾ മെഡിസിൻ കേട്ടോ. ഇങ്ങനെയുള്ള എല്ലാ കണ്ടീഷനിലും നമ്മുടെ ഹോമിയോപ്പതിയിലെ ഒരു വണ്ടർഫുൾ മെഡിസിനാണ്.
അനാകാർഡിയം. തൻ്റെ രോഗത്തിന് ഒരു മരുന്നും ഇല്ലെന്ന വിചാരം രോഗിയെ സങ്കടത്തിലാക്കുന്നു. ഡോക്ടറുടെ വിശ്വാസമില്ലാഴിക. ആറമ്മറ്റാണ്. എൻ്റെ മരുന്ന് ആരും എനിക്ക് എന്ത് മരുന്ന് തന്നാലും എനിക്കൊരു കുറവുമില്ല. ആര് തന്നാലും രോഗിയെ ഒരു ഡോക്ടറിൽ നിന്ന് വേറൊരു ഡോക്ടറെ അടുത്തോട്ട് പോകും. ഒരു സിസ്റ്റത്തിൽ നിന്ന് വേറൊരു ഇങ്ങനെ കറങ്ങി കറങ്ങി നടക്കും. വേറൊരു മരുന്നുകൊണ്ടുണ്ട് അങ്ങനെയുള്ള ഒരു മെഡിസിൻ നൈട്രിക് ആസിഡിനും അതേ സിംറ്റംസ് തന്നെയുണ്ട്. അവർ ഡോക്ടറെ പലരെയും കാണും. ഒരാൾ എല്ലാം പറഞ്ഞ് ചികിത്സിച്ച് അതിലെല്ലാം കറക്റ്റായിട്ടുള്ള ഒരു മരുന്നൊക്കെ കണ്ടുപിടിച്ച് വരുമ്പോഴത്തേനും അടുത്ത ആളുടെ അടുത്തോട്ട് പോകും. ഇത് അവരുടെ ഒരു സ്ഥിരം പരിപാടിയാണ്. ഇനി അടുത്തത് അരഗന്റ് അല്ലെങ്കിൽ അഹങ്കാരം. അസുഖമുള്ളപ്പോൾ തലക്കനവും അഹങ്കാരവും പ്രകടിപ്പിക്കുക. ലൈക്കോപോഡിയത്തിന്, അതായത് ഭയങ്കര ഹെഡ് വെയിറ്റ് ആണ് അപ്പം ലൈക്കോപോഡിയത്തിന്. അതിനകത്ത് സ്റ്റേജിലൊക്കെ കയറിയാൽ നല്ലവണ്ണം കറേജ് ഇല്ല. പക്ഷേ തുടങ്ങിക്കഴിഞ്ഞാൽ ആരംഭിക്കാനുള്ള പ്രയാസമുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ അങ്ങ് ഫുൾഫില്ലാക്കും. ഞാനൊരു അഡ്വക്കേറ്റിനെ ഒരിക്കൽ ചികിത്സിച്ചു. അയാൾ അസിസ്റ്റന്റിനെ കൊണ്ടുപോകും കോടതിയിൽ. അയാൾക്ക് എല്ലാവരുടെ മുമ്പിൽ വെച്ച് അയാൾ കേസെല്ലാം പഠിച്ചു വിടും. പക്ഷേ അയാൾ കോടതിയിൽ പോയത് ഫീസെല്ലാം മേടിച്ചു എല്ലാവരോടും. അസിസ്റ്റൻസിനെ വിട്ടാണ് ബാധിക്കുന്നത്. അയാൾക്ക് പോകാൻ പേടിയാണ്. തോറ്റുപോകുമോ, കേസ് തോറ്റുപോകുള്ളൂ എന്ന പേടിയാണ്. നമ്മുടെ ലൈക്കോപോഡിയം ചെന്ന് കഴിഞ്ഞപ്പോൾ അയാൾ കോടതിയിൽ പോകാൻ തുടങ്ങി. കേസെല്ലാം സക്സസ്ഫുള്ളായി. അയാൾ വളരെ ഫേമസ് ആയി. പിന്നെ ഇങ്ങനെ കുറേ പേരുണ്ട്. എല്ലാം അറിയാമെങ്കിലും തോറ്റുപോകുമെന്നുള്ള പേടി. പക്ഷെ കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രസംഗത്തിനാണേലും തുടക്കത്തിലെ ഇച്ചിരി പപ്പ ഒക്കെ കാണും. അത് കഴിഞ്ഞാൽ പിന്നെ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഒരു ബുദ്ധിമുട്ടുമില്ല, കണ്ടിന്യൂ ചെയ്യും. അവർക്ക് ഈ സൈൻ ചെയ്താലും പേരെഴുതിയാലും എന്തെങ്കിലും നോട്ടൊക്കെ എഴുതിയാലും അവസാനത്തെ ഭാഗം അവരങ്ങ് മറന്നു പോകും. ഇപ്പം ശ്രീധരക്കുറുപ്പ് എന്നുള്ള ശ്രീധര പൂ വരെ എഴുതും, അല്ലെ റൂ വരെയൊക്കെ എഴുതും. ഇപ്പം അങ്ങ് മറന്നു പോകും. അങ്ങനെയുള്ള ഒരു ഇതാണ് ലൈക്കോപോഡിയം. പിന്നെ പ്ലാറ്റിനയെക്കുറിച്ച് എല്ലാവർക്കും അറിയാം. അഹങ്കാരവും ധിക്കാരവും പ്രകടിപ്പിക്കും. താൻ ഏറ്റവും ഉയർന്ന നിലയിലുള്ളവളാണെന്നുള്ള വിചാരം മറ്റുള്ളവർക്ക് നിന്ന പ്രധാനമായും സ്ത്രീകൾക്ക് നൽകാവുന്ന ഒരു ഔഷധമാണ്. ഞാൻ ഓർക്കുന്നുണ്ട്, എൻ്റെ ഒരു അകന്ന റിലേറ്റീവാണ്. അവർക്ക് ഒത്തിരി പൂസത്തുക്കളൊക്കെ ഉണ്ട്, പാലക്കാരാണ്. അവർ വേറൊരാൾ അവരുടെ കൂട്ടത്തിലുള്ള ഒരാൾ 5 സെൻറ്റും 10 സെൻറ്റും അവരൊക്കെ എന്നതാ, എനിക്കതാണ്ട് ഒരുപാടുള്ള. പിന്നെ എൻ്റെ ഒരു അകന്ന റിലേറ്റീവ് ഒരിക്കൽ പറയുണ്ടായി, അവർക്ക് എന്നതാ, നമുക്ക് ഒരു കൂടി വന്നു കഴിഞ്ഞാൽ 1/2 സെൻറ്റ്, എനിക്ക് 10 ഏക്കർ സ്ഥലവും വീടും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, എന്നിട്ട് എന്നോടാണോ അവൾ കളിക്കുന്നത്? ഭയങ്കര ഗമയടിക്കുക. ഒരു പുച്ഛ വേറുള്ളവർ. എന്നെക്കാട്ടി സാമർഥ്യം ഇല്ല എന്നുള്ളൊരു തോന്നലിലുള്ള സംസാരം. നമുക്ക് ദൈനംദിന ജീവിതത്തിൽ ഇവരെയൊക്കെ കാണാം. മരുന്ന് കഴിച്ചില്ലെങ്കിലും നമുക്ക് അന്നേരം നമ്മുടെ മെറ്റിയാൻ മേടിക്കാൻ ഓർക്കാൻ ഇത് സഹായമാകും എന്നാണ് എൻ്റെ തോന്നൽ. ചിലർ പറയും എനിക്കറിയാവുന്നിടത്തോളം അറിയാവുന്ന വേറെ ആരും ഇല്ല എന്നുള്ളൊരു തോന്നൽ. ഇപ്പം നമുക്ക് ചിലപ്പോൾ കാണാം, ചിലർ ഇവിടെ ക്ലാസ് എടുക്കാൻ വരുന്നവരിൽ തന്നെ ചിലർ കാണാം, ഞാൻ കഴിഞ്ഞിട്ട് ഞാൻ വിചാരിക്കുന്നതെല്ലാം ശരി, വേറുള്ളവർ പറയുന്നതൊക്കെ തെറ്റാണെന്ന് വിചാരിക്കുന്നവരും നമുക്ക് പലപ്പോഴും ഇതിൻ്റെ അകത്ത് തന്നെ ആരെയും ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. നീ ഒന്നോ രണ്ടെണ്ണം കൂടെ പറയാമോ? അത് തീർന്നോ സമയം? ഞാൻ സമയം നോക്കി. ഇനി 10 മിനിറ്റ് ആണുള്ളത്. ആ ആ ഇനി 10 മിനിറ്റ്. ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? അല്ലെങ്കിൽ ഞാനങ്ങ് കണ്ടിന്യൂസ് ചെയ്യും. സാറ് പറഞ്ഞോ, അതാ നമുക്ക് അത്രയും കൂടെ കിട്ടുമല്ലോ. ഓ എന്നാ ആയിക്കോട്ടെ. അടുത്തത് അവേക്ക് പാർട്ട്, അതായത് സാമർഥ്യമില്ലായ്മ. അത് നമുക്കറിയാം, 3 മെഡിസിൻ ഉണ്ട് നമുക്ക് പ്രധാനപ്പെട്ടത്. അതായത് ഒരിക്കൽ എൻ്റെ വീടിൻ്റെ മോൾ വശത്ത് ഒരു വാടകക്കാർ താമസിക്കായിരുന്നു. എപ്പോഴും പാത്രം വീഴുന്ന സൗണ്ട്, എപ്പോഴും പാത്രം വീഴുന്ന സൗണ്ട്. അവസാനം ഞാനൊരു പ്രാവശ്യം അവർ ഏതോ മരുന്നിന് വന്നപ്പോൾ ഈ വിവരമൊക്കെ ചോദിച്ചപ്പോൾ എന്നതാ, ഈ കൈക്ക് മരവിപ്പുണ്ട്, അത് സാധനങ്ങൾ എപ്പോഴും താഴെ പോകും. എപ്പിസ്മെനുവിക്ക് കൊടുത്തപ്പം അത് കുറഞ്ഞു. പിന്നെ 2 മെഡിസിൻ, ഒന്ന് നേട്രമോറിനുണ്ട്, ബോവിസ്റ്റായ്ക്ക് ഇതുണ്ട്. ആണെങ്കിൽ സംശയം ഉണ്ടെങ്കിൽ പ്രപ്പാർട്ടി എടുത്ത് നോക്കാം. അതിൻ്റെ അകത്തുണ്ട് ഈ കയ്യിൽ നിന്ന് സാധനങ്ങൾ താഴെ പോവുക. അത് ബോവിസ്റ്റായ്ക്കുണ്ട്, എപ്പിസ്മെനുവിക്ക്, നേട്രമോറിന്.
ബോവിസ്റ്റായ്ക്ക് കയ്യിലെടുക്കുന്ന സാധനങ്ങളെല്ലാം താഴെ വീഴുകയും കൈകൾക്ക് ബലക്ഷയം അനുഭവിക്കുകയും ചെയ്യാം. ബോവിസ്റ്റാണ് മെഡിസിൻ. ഒത്തിരി പേർക്കുണ്ട്. ഇത് പണ്ട് ഇതിനെക്കുറിച്ച് ഒരു ക്ലാസ് ഡോക്ടർ ആർ പി പട്ടേലിൻ്റെ ക്ലാസ് ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ഈ സാധനങ്ങൾ, ഈ 3 മെഡിസിൻ്റെയും തമ്മിലുള്ള കമ്പാരിസൺ ഒരു ക്ലാസ്സിൽ വളരെ സുന്ദരമായിട്ടെടുത്തു. അത് ഇന്ന് എനിക്ക് ഓർമ്മയുണ്ട്. ഈ മെഡിസിൻ ഒരിക്കലും ഞാൻ മറക്കരുത്. നേട്ടമൂർ, എപ്പിസ്മിൻ, ബോവിസ്റ്റ, 3 കമ്പാരിസൺ പുള്ളി എടുത്തു ഒരു പ്രാവശ്യം. പിന്നെ ബഷ്ഫുൾ, അതായത് ലജ്ജാശീലം. ആളുകളെ കാണുമ്പോൾ ഭയം, ഒറ്റയ്ക്കിരിക്കുവാൻ ആഗ്രഹം, തീവ്രമായ ലജ്ജ കൊണ്ട് മുഖം ചുവക്കുന്നു. അംബ്രാഗ്രേഷ്യ എന്ന് പറഞ്ഞൊരു നമ്മുടെ ഒരു വണ്ടർഫുൾ മെഡിസിൻ ഉണ്ട്. എപ്പോഴും കാണുമ്പോൾ, ആളുകളെ കാണുമ്പോൾ ഭയം, ലജ്ജ, നമുക്കറിയാം നാണം കുടുങ്ങി എന്നൊക്കെ പറയല്ലേ, അത് തന്നെ. അപരിചിതരെ കാണുമ്പോൾ ലജ്ജ, അപരിചിതരെ കാണുമ്പോൾ മേശയുടെ കസേരയുടെ പുറകിൽ ഒളിക്കുക, മുഖം കൈകൊണ്ട് മറച്ച് വിരലുടെ വിളവിൽ കൂടി ഒളിഞ്ഞു നോക്കുക, ചഞ്ചലമായത് പിള്ളേരിൽ കൂടുതലാണ്. ഞാൻ ഒരിക്കൽ ഒരു കൊച്ചിനെ ചികിത്സിക്കാനിടയായി. 2 വയസ്സ് 3. അടുത്തുള്ള കുട്ടികളെ എല്ലാം പിക്കുകയും മാന്തുകയും ഞൂളുകയും ഒക്കെ ചെയ്യും. കുഞ്ഞുങ്ങളെ വീട്ടിൽ വന്നാലും ചേട്ടത്തിയുടെ, അനിയത്തിയുടെ, അവരുടെയൊക്കെ ബന്ധക്കാരുള്ള വീടുകളെ അവരെല്ലാം ഉപദ്രവിക്കും. പിന്നെ എൻ്റെ അടുത്ത് കൺസൾട്ട് ചെയ്യാൻ വന്നപ്പോൾ നോക്കിയത് ഇങ്ങനെയാണ് നോക്കുന്നത്, നേരെ നോക്കുകയില്ല. ഇതെല്ലാം വെച്ചിട്ട് ഞാൻ കൊടുത്തത് മെഡിസിന് ബെറേറ്റ കാർഡ്. അതിനു മുമ്പ് പഠിച്ചുകൊണ്ടിരുന്നപ്പം ചുമ്മാ വരയ്ക്കുമ്പോൾ എല്ലാം ഇത് മൃഗങ്ങളെയൊക്കെ പുലി അല്ലെങ്കിൽ സിംഹമൊക്കെ അറ്റാക്ക് ചെയ്യുന്ന പടങ്ങളാണ് വരച്ചുകൊണ്ടിരുന്നത്. നമ്മുടെ ഈ ബെറേറ്റ കാർ കൊടുത്ത് കുറച്ച് നാൾ കഴിഞ്ഞപ്പം അത് നല്ല സീനറിയൊക്കെ വരയ്ക്കാൻ തുടങ്ങി. ചുമ്മാ സ്ക്രിബിൾ ചെയ്യുന്ന അന്നേരം നമ്മളെ മരുന്നുകളെല്ലാം ശാരീരിക, മാനസിക, വൈകാരികമായുള്ള തലങ്ങളിൽ വേറൊരു മരുന്നിനും അത് സാധ്യമല്ല. വേറെ ഞാൻ പ്രത്യേകിച്ച് പറയുന്നില്ല, ഇതര വൈദ്യശാസ്ത്രങ്ങളിലൊന്നും പറ്റിയല്ലാത്ത പല കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റും. അതാണ് ബെറേറ്റ കാർഡ്. പിന്നെ എല്ലാവർക്കും അറിയാവുന്ന അത് പറയുമ്പോൾ ഞാൻ എപ്പോഴും ഓർക്കും, ഈ ലജ്ജാവതി എന്നും പറഞ്ഞൊരു പാട്ടുണ്ട് മലയാളത്തിൽ, ഓർമ്മയുണ്ടോ? എനിക്കറിയത്തില്ല, ഞാനധികം സിനിമ കാണാറില്ല, അതുകൊണ്ട് അറിയത്തില്ല. ഞാൻ കേട്ടിട്ടുണ്ട്, ഈ പാട്ട് വെച്ച് കേട്ടിട്ടുണ്ട്, ലജ്ജാവതി. അല്ല, ഈ ലജ്ജാവതികൾക്ക് കൊടുക്കാവുന്ന മരുന്നാണ് അംബ്രാഗ്രേഷ്യായും ബെറേറ്റ കാർഡും. വേറൊന്നുകൂടെ പൾസാറ്റിന്. സ്ത്രീകൾക്ക് നൽകാവുന്ന ഔഷധം സൗമ്യമായ, ഭീരുവായ, ശാന്തമായ പ്രകൃതമുള്ള സ്ത്രീകൾ, വളരെ ശാന്തനും സുന്ദരമായുള്ള പെണ്ണുങ്ങൾക്ക് കൊടുക്കാവുന്ന, പെട്ടെന്ന് മറ്റുള്ളവർക്ക് അവരെയൊക്കെ വളച്ചെടുക്കാൻ എളുപ്പമാണ്. എന്നാൽ പുരുഷന്മാരെ കാണുമ്പോൾ ഭയങ്കര ഭയം, വളരെ വേഗത്തിൽ ചിരിക്കുകയോ കരയുകയോ ചെയ്യും. ചിരിച്ചോണ്ടിരിക്കുമ്പോൾ കരയും, കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചിരിക്കുകയും ചെയ്യും. കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മളൊരു തമാശ പറഞ്ഞാൽ കണ്ണുനീര് വന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചിരിക്കും. ചിരിച്ചുകൊണ്ടിരിക്കുമ്പോൾ വേറെ എന്തെങ്കിലും പറഞ്ഞാൽ അങ്ങനെ പെട്ടെന്ന് ചേഞ്ചബിലിറ്റി ഉള്ളതാണല്ലോ, എല്ലാവർക്കും അറിയാവുന്ന കാര്യം പൾസാറ്റിൽ. പിന്നെ എനിക്ക് ഒരു 35 വയസ്സുള്ള ഒരു പേഷ്യൻ്റ് സ്ഥിരം വരും. ഇതുപോലെയുള്ള പേഷ്യൻ്റ് നമുക്ക് വന്നു കഴിഞ്ഞാൽ നമ്മളൊന്നും പേടിക്കേണ്ട. കാരണം നമുക്ക് എല്ലാ മാസവും ഇങ്ങനെ പൈസ വന്നുകൊണ്ടിരിക്കും. ഇതൊക്കെ പറഞ്ഞില്ലെങ്കിലും അവർക്കൊരു മനസ്സിന് ഏകാഗ്രത കിട്ടുന്നില്ലെന്നാണ്. അയാൾ ഒരു ഈ അഡ്വക്കേറ്റിൻ്റെ PA, വലിയ പ്രശസ്തനായ ഒരു അഡ്വക്കേറ്റിൻ്റെ PA. പക്ഷെ അയാൾ പറയുന്ന അതിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോൺ ഇങ്ങനെ ഓൺ ചെയ്ത് വെച്ചിരിക്കുക. എന്നിട്ട് വീട്ടിൽ വന്നിട്ട് പല പ്രാവശ്യം ഇത് കേൾക്കും. അയാൾക്ക് ഒരു പ്രാവശ്യം കേട്ടാൽ 2 പ്രാവശ്യം കേട്ടാലൊന്നും മനസ്സിലാക്കുകയില്ല. കാരണം കോൺസെൻട്രേഷൻ ഡിഫിക്കൽറ്റ്. എപ്പോൾ കുറഞ്ഞു കഴിയുമ്പോൾ അയാൾ കുറച്ചാൾ കഴിയുമ്പോൾ വേറെ ആരെങ്കിലും പോയി പറയും, മരുന്ന് വരുമ്പോൾ എക്സ്റേ എടുക്കാൻ പറയും. എക്സ്റേ എടുക്കും, എല്ലാം ടെസ്റ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ ആരാണ്ട് പറഞ്ഞു യൂറിനറി കാൽക്കുലസ് ഉണ്ട്, അതിന് കുറേ മരുന്ന് തരാമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞു ഒന്നുകൂടെ ടെസ്റ്റ് ചെയ്ത് വേറെ സെക്കൻഡ് ഒപ്പീനിയൻ നോക്കിയപ്പോൾ ഒന്നുമില്ല, ചുമ്മാ കളിപ്പിയില്ല. അത് മരുന്നെല്ലാം കൊടുത്തു. അത് കഴിഞ്ഞപ്പോൾ കുളമായിട്ട് വീണ്ടും തിരിച്ചു. ഇടയ്ക്കിടയ്ക്ക് എന്നെ വിളിക്കുമ്പോൾ മരുന്നുകൾ പ്രിസ്ക്രൈബ് ചെയ്യും, കുറയും. കുറച്ച് നാൾ നല്ല കുറവ് കഴിയുമ്പോൾ അയാൾ നിർത്തും. പിന്നെയും കുറേ നാൾ കഴിയുമ്പോൾ അയാൾ വരും. ഏകാഗ്രതയില്ലായ്മ, ഒന്നും വ്യക്തമായി ചിന്തിക്കുവാൻ കഴിയുന്നില്ല, ശാന്തമായിരിക്കുന്നതിനും
ഒറ്റയ്ക്കിരിക്കുന്നതിനും ആഗ്രഹം. രോഗിയിൽ മന്ദതയും മയക്കവും കാണുന്നു. ചലിക്കുവാൻ പേടി. പേടിക്കൂടെയുള്ള ജൽസീമിയം നമ്മൾ നേരത്തെ പറഞ്ഞ. അടുത്തത് മാനസികവും ശാരീരികവുമായ ശക്തിക്കുറവ്, പഞ്ചേന്ദ്രിയങ്ങൾക്കെല്ലാം ബലഹീനത, പെട്ടെന്നുണ്ടാകുന്ന മറവി, അനാക്കാർഡിയം. ഞാൻ പറഞ്ഞില്ല, അനാക്കാർഡിയം ഒരുപാട് കേസുകളിൽ മെൻ്റൽ ഡിസീസിൽ ഒരുപാട് വരുന്നുണ്ട്. പേടിക്ക് വരുന്നുണ്ട്, അതുപോലെ തന്നെ ഈ ഏകാഗ്രത, പിന്നെ കട്സിങ്, ജലസി, പിന്നെ ക്രൂവൽറ്റി, ഇതിനെല്ലാം പറ്റിയതാണ് നമ്മുടെ അനാക്കാർഡിയം. അടുത്തത് ഇനി ആർക്കെങ്കിലും പറയാനുണ്ടെങ്കിൽ പറഞ്ഞോ, ഞാൻ ഇവിടെ കൊണ്ട് നിർത്താം, അല്ലെങ്കിൽ വീണ്ടും 3 മിനിറ്റ് കൂടി ഉള്ളു സാറേ. ഞാനൊന്ന് ചോദിക്കട്ടെ, ആരെങ്കിലും ഉണ്ടെങ്കിൽ, ആർക്കെങ്കിലും കൂട്ടിച്ചേർക്കാനുണ്ടെങ്കിലും അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ അതും ചെയ്യട്ടെ. ആർക്കെങ്കിലും സാറിനോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിലോ കൂട്ടിച്ചേർക്കാനുണ്ടെങ്കിലോ ഹാൻഡ് റൈസ് ചെയ്യാവുന്ന. ഹാൻഡ് റൈസ് ചെയ്യണേ. സമയം ഇനിയിപ്പോ കുറച്ചേ ഉള്ളൂ. ലതാ മനോഹരൻ ഡോക്ടർ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. പറഞ്ഞോ. നന്ദി മറിയാമ്മ ഡോക്ടറെ. നമസ്കാരം ഡോക്ടറെ. നമസ്കാരം. എനിക്ക് ചോദിക്കാനുള്ളത്, ഒരു പേഷ്യന്റ് നമ്മൾ എന്ത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും ആ ക്വസ്റ്റ്യൻ തന്നെ റിപ്പീറ്റ് ചെയ്യും. പിന്നെ അത് എന്താന്ന് പിന്നെയും ചോദിച്ചോണ്ടേ ഇരിക്കും. അതിന് ചോദിക്കുന്നത് തന്നെ പിന്നെയും ചോദിച്ചോണ്ടിരിക്കുക. അതിനെന്താണ്? ഞാൻ ഓർക്കുന്നില്ല, ഞാൻ ഇവിടെ കുറിച്ചിട്ടുണ്ട്. ഡോക്ടർ ഇത് കഴിയുമ്പോ എന്നെ ഒന്ന് വിളിക്കണം. എന്റെ നമ്പർ അറിയാമോ? ഇല്ല, അറിയത്തില്ല. 9446 കുറിച്ചോ. 9446859431. ഞാൻ ഇവിടെ നോട്ടി കുറിച്ചിട്ടിട്ടുണ്ട്. ഇത് എല്ലാവർക്കും ഉള്ള ഒരു പരിപാടി, ഒത്തിരി പേർക്കുള്ള ഒരു അസുഖമാണ്. റിപ്പീറ്റ് ചെയ്യില്ല, ചില പിള്ളേർക്കുണ്ട്. അതിന് ഞാൻ എങ്ങാണ്ട് ആണെന്ന് തോന്നുന്നു. ഞാൻ നോക്കാം. ഞാൻ എപ്പോഴേ എനിക്ക് റെഡിമെയ്ഡ് സംഗതികളൊന്നുമില്ല. ഒരു പേഷ്യന്റ് വന്നു കഴിഞ്ഞാൽ ഇതിനെന്നാ മരുന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഒന്നര ടപ്പാട്ടി എടുക്കും, സിംറ്റംസ് എല്ലാം നോക്കും, കമ്പാരിറ്റീവ് സ്റ്റഡീസ് എടുക്കും. എനിക്കൊരു കേസ് വന്നു കഴിഞ്ഞാൽ ഞാൻ എങ്ങനെയാണേലും ഒരാഴ്ച 2 ആഴ്ച ഒക്കെ എടുക്കും അതിൻ്റെ മരുന്ന് കണ്ടുപിടിക്കാൻ. അതിന് റിസൾട്ടും ഉണ്ടായില്ല. അതല്ലാതെ കേൾക്കുന്ന ഉടനെ ഈ കാട പറ്റുമെന്ന് പറ്റുന്ന പറഞ്ഞ ഉടനെ കയറെടുക്കുന്ന സ്വഭാവം ഇല്ല. ഹോമിയോപ്പതി ഡോക്ടർക്കും നല്ല ക്ഷമ വേണം, പേഷ്യൻറ്റിനും വേണം, അതിൻ്റെ ബൈസ്റ്റാൻഡർക്കും വേണം. എങ്കിലേ നമുക്ക് റിസൾട്ട് കിട്ടുള്ളൂ. അതിൻ്റെ ചുമ്മാ നമ്മളിങ്ങോട്ട് ഒരു സിംറ്റംസിൻ്റെ ഒരു മുറി വെച്ചിട്ട് നമുക്ക് കേസ് ടേക്കിങ് ശരിക്കും എടുത്ത് അത് വളരെയധികം ഡീറ്റെയിൽസ് ആയിട്ട് എടുത്ത് ചിന്നിയാണോ, അതുപോലെ തന്നെ ബോട്ടാണോ, ആംബിതെർമലാണോ, ഇതെല്ലാം നോക്കി പിന്നെ അതിൻ്റെ ടെമ്പറാമെൻറ്റ് നോക്കണം. പിന്നെ അതിൻ്റെ മിയാസ്മാറ്റിക് ബാക്ക്ഗ്രൗണ്ട് നോക്കണം. ഇതെല്ലാം നോക്കി വെച്ചിട്ട് നമുക്കത് പഠിച്ചതിന് ശേഷം പറയാൻ പറ്റുള്ളൂ. പിന്നെ നമുക്ക് എല്ലാം A to Z വരുന്നുണ്ട്. നമ്മളൊക്കെ ഞാനൊക്കെ പഠിക്കുന്ന കാലത്ത് ഒരു 450-500 അല്ലെ 1000 മെഡിസിന് താഴെയുള്ളൂ. ഇപ്പം അതല്ല, 4500 സിസ്റ്റം വരുന്നുണ്ട്. നമുക്ക് ഓർത്തിരിക്കാൻ പറ്റും. എല്ലാം ഒരുമാതിരി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സിമിലാരിറ്റി ഉള്ളതാണ്. അതുകൊണ്ട് വളരെയധികം പഠിച്ചതിന് ശേഷം മാത്രമേ പറയാൻ പറ്റുള്ളൂ. ഞാൻ എങ്ങാണ്ട് കുറിച്ചിട്ടുണ്ട്. സിംഗമെറ്റ് അല്ലേ ഡോക്ടർ പറഞ്ഞേ? ഇത് റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് സിംഗമെറ്റ് എന്ന് കേട്ടു. ഞാൻ ഒന്നുകൂടെ റെഫർ ചെയ്തിട്ട് പറയാം. എനിക്കും സിംഗമെറ്റ് ആണെന്ന്. നന്ദി സാറേ, ഞാൻ പിന്നെ വിളിക്കാം. ഓക്കെ. ജയചന്ദ്രൻ ഡോക്ടർ സംസാരിക്കും. കുറുപ്പ് സാറിനെ ഇന്ന് സ്ക്രീനിൽ കണ്ടപ്പോൾ തന്നെ വളരെ സന്തോഷമായി. സാറിൻ്റെ ക്ലാസ് ഒക്കെ നമുക്ക് വളരെ ഉപകാരപ്രദമായിട്ടുള്ള ക്ലാസ്സാണ് ഇപ്പോൾ കേട്ടത്. ഇനി ഇത് കേട്ട് തീർന്നില്ല, ഇനി ഇത് ഒഴുകിക്കൊണ്ടിരിക്കണം. പിന്നെ സാറേ, ഞാൻ ഒരു സംശയം ചോദിച്ചോട്ടെ? അതെ, സാറ് ദേഷ്യം പറഞ്ഞ് ഇന്നിപ്പോ സാറിന്റെ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുമ്പോ ഇടയ്ക്ക് ഡിസ്റ്റർബൻസ് വന്നപ്പോ സാറിനൊരു ഒരു ബുദ്ധിമുട്ട് പോലെ തോന്നിയില്ലേ? അതിനെന്തോ കൊടുക്കാം. ഡിസ്റ്റർബൻസ് ഫിയർ വന്നപ്പോ ഡിസ്റ്റർബൻസ് അത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആൻസൈറ്റിയുടെ ഒരു ഭാഗമാണ്. അക്രണൈറ്റ് ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആഴ്സനിക് വരാം.
കണക്റ്റ് ആവില്ല. ആർസെനിക് ആർസെനിക് ആയിരിക്കും. ആർസെനിക്കാ കൂടുതൽ വരുന്നത്. ആ ആർസെനിക്കിൽ ആ എനിക്ക് ഒരു ഇച്ചിരി എനിക്ക് ഇങ്ങനെയുള്ള ഡിസ്റ്റർബൻസ് വന്നു കഴിഞ്ഞാൽ എന്റെ ശ്രദ്ധ ആ അങ്ങോട്ട് പോകും. അത് പറഞ്ഞത് അങ്ങോട്ട് ശരി. പോകും. എന്തായാലും പിന്നെ നമുക്ക് ഇപ്പം അതെ. പഴയതിലൊക്കെ ഒരുപാട് പണ്ടൊക്കെ എനിക്ക് പിന്നെ സംസാരിക്കാനേ പറ്റിയില്ല ഡിസ്റ്റർബൻസ് ആ ഉണ്ടെങ്കിൽ. ആ ആ പഴക്കവും പഴക്കവായെന്ന് പറഞ്ഞ മാതിരി ഈ ആ ഉം, ഈ ഈ പെന്തിക്കോസ് പാസ്റ്റർ സംസാരിക്കുന്ന മാതിരി ഒരാളെ ഉണ്ടെങ്കിലും എനിക്ക് പ്രശ്നമൊന്നും അതല്ല. കേൾക്കാൻ ആ ആളും ഇതൊന്നും ഇല്ലെങ്കിൽ ഒരുമാതിരി സഭാകമ്പം പോലെ ഉണ്ടായിരുന്നു. ഇപ്പൊ അതൊന്നും ഇല്ല. ആ ആ പിന്നെ ഈ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഈ സംസാരിക്കുന്ന കേട്ടോണ്ടിരിക്കുന്ന ആരെങ്കിലും വല്ലതും പറയുന്നതാണോ എന്ന് നമുക്കൊരു ഡൗട്ട് വരും. അന്നൊരു അതെ. ഡിസ്റ്റർബൻസ് അത്രേ ഉള്ളൂ. ആ അല്ലാതെ ആ കുഴപ്പമില്ല. ആ ആരെങ്കിലും ഡിസ്റ്റർബ് ആകുന്നുണ്ടോ എന്നുള്ളൊരു തോന്നൽ അതാണ്. അത് അപ്പൊ വലിയ ഇന്ന് മറിയാമ്മ ഡോക്ടർക്കാണ് വഴക്ക് കൊടുക്കേണ്ടത്. എന്റെ ഫോൺ കേടായി വേറെ ഫോണിൽ നിന്ന് കയറി അതെ 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 എനിക്ക് അതെ ഇടയ്ക്കിടയ്ക്ക് ഈ താറാവ് കരയുന്നോട്ട് ക്വാ 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 ക്വാ. അതെ അതെ. ഇവിടെ ഞാനും കേട്ടു ദേവദത്ത് ഞാനും കേട്ടു. അത് ലത ഡോക്ടർ മെസ്സേജ് ഇട്ടു. അത് എന്റെ മെസ്സേജിന്റെ സൗണ്ട് ആണെന്ന് ലത ഡോക്ടർ മെസ്സേജ് ഇട്ടു. അതുകൊണ്ടാണ് ഞാൻ അറിഞ്ഞത്. അതിന് മാറ്റാം സാറേ. ഞാനന്നേരം വിചാരിച്ചു ഇനി എന്റെ ഫോണിന്റെ വല്ല കുഴപ്പമാണോ എന്ന്, ഇതിന്റെ കണക്ഷന്റെ വല്ല കുഴപ്പമാണോ, ചിലപ്പോ അങ്ങനെ വരും. ഏതായാലും സലീംകുമാർ ഡോക്ടർ ഏതായാലും സാറ് വീണ്ടും 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 വരണം. ഒരാളൂടെ കൈ പൊക്കിയിട്ടുണ്ട്. നമ്മുടെ സലീംകുമാർ ഡോക്ടർ പാർട്ടിയാ. സലീംകുമാർ ഡോക്ടറെ സംസാരിക്കും. സാറേ കുറച്ച് നാളായി ഞാൻ ചിലപ്പോഴൊക്കെ എനിക്ക് രാത്രി ക്ലാസ്സിൽ കയറാൻ പറ്റുന്നില്ല. പിന്നെ സാറിന്റെ കുറച്ച് ക്ലാസ്സുകളൊക്കെ എനിക്ക് മുടങ്ങി. എങ്കിലും ഇത്രയും പ്രയോജനപ്പെട്ട ഒരു ക്ലാസ് ഞാൻ അടുത്ത കാലത്ത് സാറിന് അറ്റൻഡ് ചെയ്തിട്ടില്ല. വളരെ യൂസ്ഫുൾ ആയിരുന്നു ഇന്നത്തെ കേട്ടോ. ഞാൻ അതിന്റെ ഒരു സത്യത്തിൽ എടുക്കാൻ പ്രിപ്പയർ ചെയ്ത് വെച്ചിരുന്നത് ഈ മെന്റൽ ഡിസീസിനും അതിന്റെ വകഭേദങ്ങളോ, പക്ഷെ അതുകൊണ്ടൊന്നും നമുക്ക് വലിയ പ്രയോജനം ഇല്ല. ഇന്നത്തെ വളരെ പ്രയോജനപ്പെടുന്നതാണ്. ഇത് വളരെ പ്രയോജനപ്പെടുന്നതാണെന്ന് എനിക്ക് ബോധ്യമായതുകൊണ്ട് മാത്രം ഞാൻ അതുകൊണ്ട് മാത്രമല്ല കുറച്ച് നാൾ കൂടി ഇപ്പൊ സാറിന് ഒരു അമേരിക്കൻ സ്റ്റൈലിൽ കാണുന്നത് കൊണ്ടും ബുൾഗാനൊക്കെ വെച്ചപ്പോ കുറെ കൂടി ഗ്ലാമർ ആയിട്ടുണ്ട്. നിങ്ങൾക്ക് മാത്രമല്ല താടി വെക്കാവുന്ന, എനിക്കും വെക്കരുത്. ഗ്ലാമറൊക്കെ വെച്ചിട്ടുണ്ടായില്ല. പിന്നെ നിങ്ങളെ കറുത്താണെന്നേ ഉള്ളൂ, നമ്മളെ കുറച്ച് വെളുത്തു പോയി അത്ര. കറുത്ത് തുടങ്ങുന്നത് ഞാൻ താടി ഇത്രയും മതി, ഇനിയും നീട്ടിക്കൊണ്ട് പോകാൻ. മണ്ഡലകാലം വരുമ്പോ മിക്ക വർഷങ്ങളിലും ഒരുമാതിരി നൊയമ്പ് പോലെ നോക്കാറുണ്ട്. 41 ദിവസം പോയില്ലെങ്കിൽ താടി ഇത്രയും മതി, യേശുദാസിനെ പോലെ ആവരുത്. ഇത്രയും താടി മതി, നീട്ടി വളർത്തരുത്. ഇതിപ്പോ 1 മാസം വളരും. അത് കഴിയുമ്പോ 41 കഴിയുമ്പം ശരിയാവും. അതുവരെ നന്ദി പറയണേ സാറിന്. അന്നേരം ഞാൻ അതിനു മുമ്പ് എല്ലാവർക്കും ഒരു നന്ദി പറയട്ടെ. എന്നെ ഇത്രയും നേരം ശ്രമിച്ചുകൊണ്ടിരുന്ന എത്ര പേരുണ്ട് ഞാൻ നോക്കിയില്ല ഇതിന്റെ അകത്ത്. ഇപ്പൊ 41 ഉള്ളു. നേരത്തെ ആരും ഉള്ളായിരുന്നു. ഇപ്പൊ 41 കുറച്ച് പേര് അവസാനമായി പോയതാ. എന്തായാലും എന്നെ കേട്ടുകൊണ്ടിരുന്നവർക്കും പ്രത്യേകിച്ച് ഇതിന് അവസരം തന്ന ഇതിന്റെ ഫാക്കൽറ്റികളോടും ഇതിന്റെ ഓർഗനൈസേഴ്സിനോടും അതുപോലെ തന്നെ ഇതിന്റെ മോഡറേറ്റേഴ്സിനോടും എന്റെ നന്ദി രേഖപ്പെടുത്തുന്നു. നന്ദി, നമസ്കാരം. അപ്പൊ IFPHല് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു കാരണവസ്ഥാനത്ത് ഒരാള് പ്രതിഷ്ഠിക്കാൻ പറ്റിയതും എന്താവശ്യം വരുമ്പോഴും കാരണവർ ആരും ഇല്ലെങ്കിൽ കാരണവരുണ്ടല്ലോ ഞങ്ങൾക്ക് നല്ല ഒരു ആശ്വാസവും സാറ് തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് IFPHന്റെ ഒരു കാരണവസ്ഥാനത്ത് ഇരുത്താൻ ഞങ്ങൾക്ക് ഒരാളുള്ളത് സാറാണെന്ന് പറഞ്ഞാൽ ഞാനൊന്നും പ്രിപ്പറേഷൻ ഒന്നും ചെയ്തില്ല. മാത്രമല്ല എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നമുക്ക് അച്ഛനെ വിളിക്കാമല്ലോ എന്നൊക്കെ പറയുന്ന പോലെ സാറ് ഉണ്ടാവും. ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യാനെങ്കിലും ഉണ്ടാവും എന്നുള്ള ഒരു ഇതാണ്. മാത്രമല്ല അതും ഒന്നിനൊന്ന് മെച്ചപ്പെട്ട വിഷയങ്ങൾ സാറ് കൊണ്ടുവരും. പലപ്പോഴും നല്ല ഡിഫറൻ്റായ വിഷയങ്ങൾ കൊണ്ടുവരുന്നുണ്ട് ഹോമിയോപ്പതിക്ക് അല്ലാതെ. അതും വളരെ നോട്ടീസബിളായ വിഷയങ്ങൾ സാറ് കൊണ്ടുവരുന്നത്. അപ്പോൾ ആ നിലയ്ക്കും സാറ് തരുന്ന ഈ സേവനത്തിനും ഇപ്പോഴും ഇതിനു വേണ്ടിയിട്ട് എല്ലാ ദിവസവും സമയം മുടക്കുന്നതിനും IFPHന്റെ പേരിൽ ഞാൻ സാറിന് നന്ദി പറയുന്നു. ഇനിയും ഇതുപോലെയുള്ള ഒരു വിഷയങ്ങൾ കൊണ്ടുവരണം എന്ന് എല്ലാവർക്കും വേണ്ടി അഭ്യർത്ഥിക്കുന്നു. സലീംകുമാർ ഡോക്ടർ, എന്തായാലും നമ്മുടെ 1551 പ്രതിദിന സൂം വെബിനാർ ഇത്രയും വിജയകരമായി നടത്തിയ സാറിന് കൂടി നന്ദി അറിയിക്കുകയാണ്. അതുപോലെ ഇന്ന് ഈ സൂം വെബിനാറിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. നമ്മുടെ ഇന്നത്തെ സൂം ഇവിടെ അവസാനിക്കുകയാണ്.
എല്ലാവർക്കും ശുഭരാത്രി. സാർ അടുത്ത വിഷയമായിട്ട് വേഗം വരണം.